അപ്പോൾ നമ്മുടെ ഒരു വിസിറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര് ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി എന്നാണ്. ഇപ്പോൾ ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വിവിധ തെമാറ്റിക് ഏരിയാസ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ റീതിങ്കിങ് എഡ്യൂക്കേഷൻ, റീഇമാജിനിങ് എക്കണോമിക്സ്, പിന്നെ സ്വരാജ് അഥവാ സെൽഫ് ഗവേണൻസ്, സെൽഫ് റൂൾ എന്നുള്ള തീമുകളിലും അങ്ങനെ അത്തരം തെമാറ്റിക് ഏരിയാസിലായിട്ട് ലേണിംഗ് ജേർണീസ്, ഒരാഴ്ച നീളുന്ന ലേണിംഗ് ജേർണീസ് ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ഫെലോഷിപ്പ് റൺ ചെയ്യുന്നുണ്ട്. 52 പേരിൻ്റെ ഫെലോഷിപ്പ് ഉണ്ട്. അത് യൂത്തിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ റീജനറേറ്റീവ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതായത് ഒരു സോഷ്യൽ വെൽബീങ്ങിനോടും എക്കോളജിക്കൽ വെൽബീങ്ങിനോടും അതേസമയം പേഴ്സണൽ വെൽബീങ്ങിനോടും ചേർന്ന് നിൽക്കുന്ന ലൈവ്ലിഹുഡ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യൂത്തിന് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പും റൺ ചെയ്ത് പോരുന്നുണ്ട്. നമ്മൾ ഭാഗമായിട്ടുള്ള ഒരു ലാർജർ പ്രോസസ്സാണ് വികൽപ് സംഘം എന്നുള്ളത്. വികൽപ് സംഘം 2014 തുടങ്ങിയൊരു പ്രക്രിയയാണ്. അത് ഒന്ന് ഇപ്പോൾ പലവിധ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ്, അത് വിവിധ മേഖലകളിലായിരിക്കാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ, എക്കോളജി, സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്സ്, ഡെമോക്രസി, അങ്ങനെ വിവിധ മേഖലകളിലായിരിക്കാം. പക്ഷേ ഇതെല്ലാം തമ്മിലൊരു ഇൻ്റർ കണക്റ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യുക, അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. മറ്റൊന്ന്, ഇത്തരം ഇനിഷ്യേറ്റീവ്സ്, ഇപ്പോൾ നമ്മൾ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അതിനെ ഒരു രീതിക്ക് പ്രതികരിക്കാവുന്നത് ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് അതർ വേസ് ഓഫ് ബീയിങ് ആൻഡ് ഡൂയിങ്, വേറെ എന്തെല്ലാം പാത്ത് വേസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത്. അതെ അത് തന്നെ. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അത്തരം ആസ്പെക്റ്റുകൾ ഒന്നുകൂടി കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുക എന്നുള്ള ഐഡിയയിലാണ് വികൽപ് സംഘം എന്നുള്ളൊരു പ്രോസസ്സ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ 85ഓളം ഓർഗനൈസേഷൻസ്, മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ ആ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ട് ഒരു 10ാമത്തെ വർഷമാണ്. 2014 തുടങ്ങിയത്. ഇപ്പോൾ 2024 നവംബർ 21 തൊട്ട് 25 വരെ നമ്മുടെ ഒരു നാഷണൽ സംഘം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കച്ചിൽ, ഗുജറാത്തിൽ വെച്ച്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി വികൽപ് സംഘം കൂടി ചേർന്ന് ഈ ഒരു യാത്ര ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിലുള്ള ഇത്തരം ബദലുകൾ എന്തൊക്കെയാണ് എന്നുള്ള, അപ്പോൾ അതിൽ കുറച്ച്, ഇപ്പോൾ 7 ദിവസത്തെ യാത്രയാണ്, ഇപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് മീറ്റ് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, നമ്മളെല്ലാവരും ഓരോരോ ചോദ്യങ്ങൾ മനസ്സിൽ കൊണ്ട് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടിട്ട് നല്ല ചെറിയ ശ്രമങ്ങളാണ് ഈ യാത്രകൾ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വരേണ്ടത്. ഞാനും അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് യാത്ര ചെയ്തെത്തിയത്. ഞാൻ ഈ നാട്ടുകാരനല്ല. എൻ്റെ പേര് രാജേഷ് കൃഷ്ണൻ എന്നാണ്. 2001 ഇതേക്കൂട്ട് നിങ്ങളെപ്പോലെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ആൾ. ഞാൻ അന്ന് PGക്ക് പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ, ഞാൻ പോണ്ടിച്ചേരിയിലാണ് പഠിച്ചിരുന്നത്, ഇക്കോളജി മാസ്റ്റേഴ്സ്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരോട് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും തുടർച്ചയായിട്ട് എല്ലാ ക്രിസ്മസും ന്യൂ ഇയറും ഇവിടെ ആയി. പതിയെ പിന്നെ ഇവിടെ ആയി. അപ്പോൾ 2012 ഞാനിവിടെ ഫുൾ ടൈമായിട്ട് വന്ന് കൃഷി ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 10 കൊല്ലത്തോളം ഗ്രീൻ പീസിലായിരുന്നു. ഗ്രീൻ പീസിനൊരു അഗ്രികൾച്ചർ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃഷിയുടെ പൊളിറ്റിക്സും അതിൻ്റെ സോഷ്യൽ റിലവൻസും ഒക്കെ ആയിരുന്നു അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ കൃഷി ചെയ്യണം, ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ വീണ്ടും കാണണം എന്നുള്ളൊരു, അതിൽ നിന്ന് വരുന്നത് വേറൊരു എന്താ പറയുക, എൻ്റെ ഇന്ന് ഞാൻ 12 കൊല്ലം കഴിഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പുറത്ത് നിന്ന് പറയുന്നത് ഇപ്പുറത്ത് നിന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. പറയുന്ന കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ പറയുന്ന ആളുടെ വികാരങ്ങളിൽ ഭയങ്കര വ്യത്യാസമാണ്. ഏത് സ്ട്രെച്ച് വരെ നമ്മൾ പോകും എന്നുള്ളതിലും ഭയങ്കര വ്യത്യാസമാണ്. ഉദാഹരണം പറയണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ചേഞ്ച് നമുക്കൊരു ഫിനോമിനനാണ്. അതിനെപ്പറ്റി നമ്മൾ വായിക്കണം, പഠിക്കണം, പറയണം. ഇപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ചേഞ്ച് ഒരു റിയാലിറ്റിയാണ്. അതിന് ഞാൻ പരിഹാരം കണ്ടെത്തണം. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്കുള്ള പരിഹാരം ഞാൻ നിരന്തരമായി കണ്ടെത്തണം. അതെനിക്കൊരു 3 മാസത്തെ പ്രോജക്റ്റോ 1 വർഷത്തെ പ്രോജക്റ്റോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ചെയ്യാവുന്ന ഇൻറ്റേൺഷിപ്പോ അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ആവശ്യം. അപ്പം അതിന് ഏത് സ്ട്രെച്ച് വരെയും പോകും. അങ്ങനെയാണ്
ആക്ച്വലി ഞങ്ങളുടെ ഒരു വർക്ക് ഇപ്പം നടക്കുന്ന ഒരു ക്ലൈമറ്റ് റെസിലിയൻ അഗ്രികൾച്ചർ പ്രോജക്റ്റ് തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കളക്റ്റീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ചോദ്യത്തിൽ നിന്ന്, ഈ ഒരു ആവശ്യത്തിൽ നിന്ന് വന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെ ഫെൽറ്റ് നീഡാണ്. അപ്പുറത്ത് നിൽക്കുമ്പോഴത്തെ ഇതൊക്കെ വേണമെന്ന് നമ്മൾ പറയാറുണ്ട്, ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്, പബ്ലിക് പോളിസി മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആവശ്യം എത്രത്തോളം ശക്തമാണെന്നുള്ളതിനെ പറ്റി ഉള്ള ആ ഒരു വികാരം വരുന്നത്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ഒരു വാതിലല്ല പല വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരിക്കും. 2016-17 വലിയ വരൾച്ച ഇതിനു മുമ്പ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ വരൾച്ചയെ പറ്റി പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും. ഗ്ലോബൽ റെക്കോർഡ്സിൽ ഏറ്റവും ഹോട്ടസ്റ്റ് ഇയർ ആയിരുന്നു. കേരളത്തിൻ്റെ ഇതിൽ ഏറ്റവും മൺസൂൺ ഡെഫിഷ്യൻ്റ് ഇയർ, ഇന്ത്യയുടെ ഇതിലും പല ഭാഗങ്ങളിലും ഏറ്റവും മൺസൂൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇയർ ആയിരുന്നു. വയനാട്ടിൽ കഴിഞ്ഞാൽ 83% ആയിരുന്നു ഓൺവേർഡ് മൺസൂൺ ഡെഫിഷ്യൻസി, 83%. അപ്പം എന്താ പറയുക, മഴയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വലിയ കാർഷിക വിഭാഗത്തിന് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വലിയൊരു അടിയില്ല. കഴിഞ്ഞ വർഷമായിരുന്നു എനിക്ക് കൃഷിയിൽ നഷ്ടം വന്ന ആദ്യത്തെ വർഷം. അപ്പം 2016-17 ആയിരുന്നു ഇതിനു മുമ്പ് കൺസിക്യൂട്ടീവ് 2 ഡ്രോട്ട് ഇയർ വന്നത്. ഞാൻ 2012 എത്തുന്നത്, കൃഷി തുടങ്ങുന്നത്. ഈ 16-17 ഡ്രോട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്, 16 ഇമ്പാക്റ്റ് വന്നപ്പോഴത്തേക്കും 17 വീണ്ടും ഇതോട്ട് മഴ താമസിക്കാൻ തുടങ്ങി. ജൂണിൽ മഴ പെയ്യുന്നില്ല, ജൂലൈ ആകുമ്പോൾ ഞങ്ങൾക്ക് വിത്തിടണം, പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ അറിയുന്നത്. അപ്പം അങ്ങനെ പലർക്കും ചോദിച്ച് അവസാനം പറഞ്ഞു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അവരാണല്ലോ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ തരുന്നത്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവിടെ ഇരുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞു ട്രോപ്പിക്കൽ വെതർ സിസ്റ്റംസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അത് നിങ്ങൾ വളരെ അക്കാഡമിക്കായിട്ട് അവിടെ നിന്ന് ഇവിടെ നോക്കി പഠിക്കണം, അങ്ങനെ പെട്ടെന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും പറഞ്ഞാൽ മതി, വിളിക്കുന്നൊരു കർഷകനാണ്. പക്ഷേ നമുക്കത് പോരാ, നമുക്കിത് അറിഞ്ഞേ വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ ഏക ഒരു വീക്ക്ലി വെതർ ബേസ്ഡ് അഡ്വൈസറി നൽകുന്ന ഒരു കർഷക സ്ഥാപനമാണ് തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി. അതിനുവേണ്ടി ക്യുസാറ്റിൻ്റെ വെതർ റഡാർ സിസ്റ്റം യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന മോഡൽസ് ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി എന്ന് പറഞ്ഞ ഇവിടെ കൽപ്പറ്റയിലുള്ള സ്ഥാപനം, അവരത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാകുന്ന ഭാഷകളിലാക്കുന്നു, അത് ഞങ്ങൾക്ക് തരുന്നു. ഞങ്ങളുടെ കർഷകരും ആ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം റെയിൻ ഗേജസ് ഉണ്ട്. അപ്പോൾ ആ റെയിൻ ഗേജസിൽ വരുന്ന ഡേറ്റ ഞങ്ങൾ എന്നെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതും അവർക്ക് കിട്ടുന്ന വെതർ റഡാറിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ, സാറ്റലൈറ്റ് ഇൻഫർമേഷൻ എല്ലാം ചേർത്ത് 5 കിലോമീറ്റർ ബൈ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രിഡിൽ എത്ര മഴ പെയ്യും. നമ്മൾ സാറിന് കാണുന്ന എത്ര, വയനാടിന് മഞ്ഞ അലേർട്ട്, ഇടുക്കിക്ക് റെഡ് അലേർട്ട് എന്നൊക്കെ അല്ലേ, 5 കിലോമീറ്റർ ബൈ 5 കിലോമീറ്റർ. അപ്പോൾ എൻ്റെ ഈ ചുറ്റളവിൽ എത്ര മഴ പെയ്യും എന്നുള്ളതാണ് എനിക്കറിയുന്നത്. എനിക്ക് കൽപ്പറ്റയിൽ എത്ര മഴ പെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനെന്ന കർഷകന് കാര്യമില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇന്നെത്തുകയും അത് വളരെ എഫക്റ്റീവായിട്ട് കർഷകർ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് സംസ്ഥാന സർക്കാർ കതിർ ആപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഒരു ഇതിനെയൊക്കെ പോലുള്ള മോഡൽസാണ് അവർ എടുക്കുന്നത് പഠിക്കാനായിട്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഈ ക്ലൈമറ്റ് റെസിലിയൻസിനെ പറ്റിയൊരു നീണ്ട കോഴ്സ് ഇവിടുത്തെ എല്ലാ അഗ്രികൾച്ചർ ഒഫീഷ്യൽസിനും അനിമൽ ഹസ്ബൻഡറി ഒഫീഷ്യൽസിനും അനുബന്ധ മേഖലയിലുള്ള എല്ലാവർക്കും ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ അവർ പഠിക്കാനായിട്ട് എടുത്ത ഒരു മോഡൽ ഞങ്ങളുടെയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കർഷകൻ്റെ ഫീലിങ്ങും ഏത് സ്ട്രെച്ച് വരെ അവനോ അവളോ പോകും ഒരു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. സിമിലർലി പറയാൻ ഇഷ്ടംപോലെ കഥയുണ്ട്. കഴിഞ്ഞ വർഷം ആണ് വയനാട്ടിൽ ആദ്യമായിട്ട് ഗാളിച്ച എന്ന് പറഞ്ഞൊരു പെസ്റ്റിൻ്റെ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗാളിച്ച എന്ന് പറയുന്ന പേര് ഈച്ചയാണെങ്കിലും സാധനം കൊതുക് ഫാമിലി, മിഡ്ജാണ്, ഗവൺമിഡ്ജ് എന്നാണ് പറയുന്നത്. ചെറിയ കൊതുക്, പക്ഷേ ഉണ്ടാക്കുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവാണ്, എക്സ്പ്ലോസീവാണ് ഇതിൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത്. 20 ദിവസമുള്ള ലൈഫ് സൈക്കിൾ ഒന്ന് പെട്ടെന്ന് പെരുകും. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടിലോട്ട് ഇറങ്ങും, എന്നിട്ട് തണ്ടിനെ ചുരുട്ടി ചെറിയ പ്രായത്തിൽ തണ്ടിനെ ചുരുട്ടി ഉള്ളിത്തണ്ടാക്കുക. അപ്പോൾ അതിന് അണിയൻ ഷൂട്ട് എന്നാണ് സിംറ്റമിന് പറയുന്നത്. ഇതൊന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ഉള്ളിത്തണ്ടുകൾ പാടത്ത് പലയിടത്തും കണ്ടു തുടങ്ങി. ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതെന്താ നടക്കുന്നതെന്നുള്ളത്.
RIRS വിളിക്കുന്നു, ഇവിടുത്തെ റിസർച്ച് സ്റ്റേഷനിൽ. അപ്പം ഇവിടെ കൃഷിഭവനിൽ പറഞ്ഞു. അപ്പോൾ അവർക്കും അറിയില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും അറിയില്ല. RIRS എന്നൊരു സയൻറ്റിസ്റ്റ്, പുള്ളി ഒരു എൻറ്റമോളജിസ്റ്റ് വന്നു, പുള്ളി വരുത്തി ഞങ്ങൾ. എന്നിട്ട് പുള്ളി കണ്ടു പറഞ്ഞു, ഇത് ഗവൺമെൻറ്റാണ്, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഇവിടുത്തെ കൃഷി വകുപ്പിന്, ഇവിടെ കൃഷിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷനാണ്. അഗ്രികൾച്ചർ റിസർച്ചും അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ വർക്കും തമ്മിൽ പേരിലെ ബന്ധവും, തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ ഇവരാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിഭവനുകളാണ് കർഷകരായിട്ട് എൻഗേജ് ചെയ്യുന്നത്. പക്ഷേ അവർ കർഷകരുടെ ആവശ്യം അവിടെ പറഞ്ഞ് അവിടെ നിന്ന് ഉത്തരവെടുത്ത് ഇങ്ങോട്ടൊന്നും തരില്ല. അതിന് ഭയങ്കര പ്രോട്ടോകോളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കാർഷിക യൂണിവേഴ്സിറ്റിയായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു വഴി. അപ്പോൾ അങ്ങനെ സയൻറ്റിസ്റ്റ് വന്ന് പുള്ളി ഇത് കണ്ടു. പുള്ളി പറഞ്ഞത് ഗവൺമെൻറ്റാണെന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പ്രെഡ് ഈ ഭാഗത്ത് നല്ല സ്പ്രെഡായി. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു, മാധ്യമങ്ങളിൽ കൊണ്ടുവന്നു. കൃഷി വകുപ്പ് നടത്തേണ്ട ഒരു സ്റ്റഡിയും റിപ്പോർട്ടും ഞങ്ങളുടെ സംഘം നടത്തി. എന്നിട്ട് അത് ഞങ്ങൾ കൃഷി വകുപ്പിന് കൊടുത്തു. അപ്പം ഇതെന്തിനാണ് ചെയ്യുന്നത്? എന്തായാലും ലോസ് മാസീവ് ആണെന്നുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വേണ്ടത് കോമ്പൻസേഷൻസ് ആണ്. കോമ്പൻസേഷൻ തരാനായിട്ട് ഇൻഷുറൻസ് മെക്കാനിസം ഉണ്ട്. ഒരിക്കലും അത് നടപ്പിലാകാറില്ല. കർഷകരുടെ നിന്ന് മാൻഡേറ്ററി ആയിട്ട് ഏക്കറിന് 100 രൂപ വെച്ച് വാങ്ങുന്നുണ്ട് സർക്കാർ. മാൻഡേറ്ററി ആണത്. അത് തന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ വേറൊരു സബ്സിഡി നമുക്ക് തരില്ല. അപ്പം അത് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ആ ഒരു ഇതേപോലുള്ളൊരു നാശം വരുമ്പോഴത്തേക്കും കോമ്പൻസേഷൻസ് വരാറില്ല. അപ്പം അതിന് മുമ്പത്തെ തവണ ഇങ്ങനെ അനുഭവം ഉണ്ടായത് കാരണം അന്നേ ഞങ്ങൾ ഇതിൻ്റെ പ്രോട്ടോകോൾ പഠിച്ചു വെച്ചു. ആദ്യം എത്ര ദിവസത്തിലുള്ള റിപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ ആ റിപ്പോർട്ട് കൃഷിഭവനിൽ നിന്ന് ADA, ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചർ ഓഫീസിലെത്തണം. അവിടെ നിന്ന് പിന്നെ അത് JDA ജില്ലാ ഓഫീസിലെത്തണം. ജില്ലാ ഓഫീസിൽ നിന്ന് അത് ഈ RIRS-ലെത്തണം. RIRS-ൽ ഒരു DDT എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു ഏജൻസിയാണ്. DDT ഡിസ്ട്രിക്ട് ഡയഗ്നോസ്റ്റിക് ടീം എന്നുള്ളതാണ്. ഈ DDT ഇവിടെ വന്നിട്ട് പഠിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കണം കൃഷിവകുപ്പിന്. അങ്ങനെ കറങ്ങിത്തിരിച്ച് എല്ലാം കഴിയുമ്പോഴാണ് നടക്കുന്നത്. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചിരുന്നത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് പ്രശ്നം. അപ്പം RIRS ഓൾറെഡി സയൻറ്റിസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തതാണ്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ഒരു കഴിഞ്ഞ 6-7 കൊല്ലത്തെ കാലയളവിൽ ടാപ്കോ എന്ന് പറഞ്ഞ ഈ കർഷക സംഘടനയെ പറ്റി പൊതുവെ ഒരു എന്താ പറയുക, ഒരു മതിപ്പ് കൃഷി വകുപ്പിലും ഇന്ന ഭാഗങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സീരിയസ് ആയിട്ട്, കർഷകരാണ്, വളരെ സീരിയസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ഇതും വന്ന് ഈ ബദൽ നിർമ്മാണം ചെയ്യുന്നവരാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ആക്ട് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോമ്പൻസേഷൻ കിട്ടിയത് ചെറിയ തുകയാണ്, പക്ഷെ എന്നാലും കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള കർഷകർക്കൊക്കെ തോന്നിയത്. അത് നടന്നത് നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ്, ആ 1 രൂപയ്ക്ക് വേണ്ടി പോലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള ഒരു വികാരമുള്ളതുകൊണ്ട്. മറ്റേത് നമ്മൾ പെട്ടെന്ന് അതിനെ എങ്ങനെ പൊളിറ്റിക്കലാക്കുമെന്ന് ചിന്തിക്കും. ക്യാമ്പയിൻ മോഡിലിരിക്കുമ്പോഴും എങ്ങനെ നമുക്ക് ഗവൺമെൻറ്റിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പറ്റും, അതെല്ലാം ചെയ്യണം. അതെല്ലാം മസ്റ്റാണ്. കർഷകരായിരിക്കുമ്പോഴും കർഷകരും അത് ചെയ്യണം. പക്ഷെ അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ലൈഫ്സ് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നതെന്നുള്ളതിന് പറ്റുന്നതും വലിയൊരു കാര്യമാണ്. അപ്പം അത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ കൂടുതൽ ഫീൽ ചെയ്യും. നമ്മളിവിടെ കാർഷിക ജീവിതം. ഞാൻ ഗ്രീൻ പീസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അന്ന് ഈ നമ്മുടെ ഈ പ്രദേശത്ത് നെൽകൃഷിയുണ്ട്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ തിരുനെല്ലി നെൽകൃഷിയുടെ കേന്ദ്രമാണ്. തൃശ്ശിലേരി അതിലും വലിയ കേന്ദ്രമാണ്. തൃശ്ശിലേരിക്ക് ഈ എന്താ പറയുക, സെറ്റിലേഴ്സിൻ്റെ ഒരു വലിയ സെൻറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി വളരെ വ്യാപകമായിട്ട്, വളരെ ഒരളവിൽ ലാഭകരമായിട്ടുമൊക്കെ ചെയ്യുന്ന നല്ല കർഷകരുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഓവർ ദ ടൈം രീതികളൊക്കെ മാറി, ഇൻറ്റൻസീവ് ഫാമിംഗ് സിസ്റ്റങ്ങളിലേക്ക് വന്നു, വിത്തുകൾ മാറി. വയനാടിൻ്റെ ഇന്ന് നിങ്ങൾ രാവിലെ പോയിപ്പോൾ കണ്ടിട്ടുണ്ടാവും, തണലിൽ വൈവിധ്യം ഭയങ്കരമാണ്, ഭയങ്കര ഹെറിറ്റേജ്. പക്ഷേ എന്നിരുന്നാലും അത് ആക്ച്വൽ ഓൺ ഫീൽഡ് അത് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഞാനിപ്പോൾ 2012 ആവും. 2012 മുമ്പുള്ള 2 വർഷവും തണലിൻ്റെ തന്നെ അവരൊരു സീഡ് ഫാമേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഒരെണ്ണം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളിൽ പലരും ഭാഗമാകുകയും ആ ട്രഡീഷണൽ സീഡ്സിന് ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഫസ്റ്റ് ഇയറിലൊരു 15 ഇനങ്ങൾ
ഇവിടെ ചെയ്തത്. അപ്പോൾ അന്നത് ചെയ്യുമ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ പറയുമായിരുന്നു ഇവന് കാശൊത്തിരി ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നല്ലേ, അപ്പോൾ കള്ളപ്പണമുണ്ട്, അത് ചിലവഴിക്കാനുള്ള പിന്നെ പറഞ്ഞ് ഭ്രാന്താണ്, നാഗരിക ഭ്രാന്തുകൾ, ഇവർക്കൊക്കെ തമാശ. അങ്ങനെയൊക്കെ പറഞ്ഞ് അതങ്ങ് പോയി. പക്ഷേ ഇന്ന് 2024 നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ റോഡ് നിങ്ങൾ ചുറ്റും എവിടെ നോക്കിയാലും നാടൻ നെല്ല് മാത്രമേ, അതെല്ലാം ഓർഗാനിക്കാണ്. അപ്പോൾ ഈ ഒരു പാടശേഖരത്തിലുള്ള എല്ലാ കർഷകരും, അപ്പുറം ഇപ്പുറമുള്ള പാടശേഖരങ്ങൾ, തിരുനെല്ലി പഞ്ചായത്തിൽ 204 ഏക്കറോളം ഇന്ന് നാടൻനെല്ല് കൃഷിയുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് 1000 ഏക്കറിന് മേലെ നാടൻനെല്ല് കൃഷിയുണ്ട്. അതിൽ മെജോറിറ്റി ചെയ്യുന്നത് വയനാട് തൊണ്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ആ വെറൈറ്റി പോപ്പുലറൈസ് ചെയ്യുന്നതിൽ ഞങ്ങളുടെ സംഘത്തിന് ഒരു വലിയ പങ്കുണ്ട്. നിങ്ങൾ രാവിലെ കണ്ടതും ഞങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ളൊരു മേജർ വ്യത്യാസം അതാണ്. ഒന്നൊരു കൺസർവേഷൻ എഫേർട്ടാണ്, ഇത് ഒരു പ്രൊമോഷൻ എക്സ്പാൻഷൻ എഫേർട്ടാണ്. അപ്പം തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നാടൻ നെല്ലുകൾ കൃഷി ചെയ്താൽ മാത്രമേ സംരക്ഷിക്കാൻ പറ്റൂ. കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കിയാൽ മാത്രമേ കർഷകൻ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കർഷകന് പൈസ കൊടുക്കണമെങ്കിൽ ഈ നെല്ലെടുത്ത് നമ്മൾ അരിയാക്കി മാർക്കറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പ്രോസസ്സ് ഇതിൻ്റെ ഈ വാല്യൂ ചെയിനുണ്ട്, സീഡ് മുതൽ മാർക്കറ്റ് വരെയുള്ള, അതിലെല്ലാം എൻഗേജ് ചെയ്താൽ മാത്രമേ ഈ നാടൻ നെല്ല് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഫീൽഡിൽ നിന്നുള്ള ഒരു തോന്നലിൻ്റെയും അനുഭവത്തിൻ്റെയൊക്കെ പുറത്താണ് ഈ ഒരു സംഘം രൂപീകരിച്ചത്. 2017 ഇത് രജിസ്റ്റർ ചെയ്തത്. 2016 മൊബിലൈസേഷൻ തുടങ്ങി. അതിന് മുമ്പ് ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പിവട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ സംഘമാണ്. ഇത് ഇപ്പം ഒരു FPO ആണ്, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കമ്പനിയാണ്. അതിന് മുമ്പ് ഞങ്ങൾക്കൊരു SHG ഉണ്ട്. ഇവിടുത്തെ തന്നെ ഒരു 10 കർഷകർ ഇതിന് ചുറ്റുമുള്ളവർ. എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് കൂടും വൈകിട്ട്. എല്ലാ ബുധനാഴ്ചയും ആ ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ട്, അതിൻ്റെ തട്ടുമ്പുറത്ത് ഒരുമിച്ച് കൂടും. ലോകത്തിലെ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യും, എന്നിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു തവണ പറഞ്ഞ് ഇനി നമ്മളിങ്ങനെ വാച പിടിച്ച് കളയണ്ട, നമുക്ക് ഒരുമിച്ച് കൃഷി ചെയ്യും. എല്ലാവരും കർഷകർ തന്നെയാണ്, എല്ലാവരും നെൽകൃഷി ചെയ്യുന്നവർ, എന്നാൽ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്തു നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ്, എന്നാൽ തണലിൻ്റെ ഫീൽഡ് വീക്കുണ്ട്, നവംബർ അവസാനം ഡിസംബർ ആദ്യം ഒരു ഫീൽഡ് വീക്ക്, ഫാമേഴ്സ് ഫീൽഡ് വീക്ക് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലുകളെല്ലാം കതിരായി നിൽക്കുന്ന സമയം, ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു അനുഭൂതി. ഇത് തുടങ്ങിയതിന് മുമ്പുള്ള ഹിസ്റ്ററിയാണ് പറയുന്നത്. ഈ 17 അല്ലല്ല, 17 മുമ്പ് എങ്ങനെ തുടങ്ങിയെന്നുള്ളത്. വീണ്ടും ബാക്കോട്ട് പോകുന്നു, ഇങ്ങോട്ട് ബാക്കോട്ട് പോയി അവിടെ ഇങ്ങോട്ട് വരികയാണ്. ചില സിനിമകളുണ്ടല്ലോ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, അതുപോലെയാ. അപ്പോൾ 2015 2012-14 സമയത്താണ് ഞാൻ എൻ്റെ വട്ട് തുടങ്ങിയത്. അപ്പം പിന്നെ എൻ്റെ വട്ട് എൻ്റെ അയൽക്കാരനെ എത്തി. അപ്പോൾ അദ്ദേഹം ഇപ്പം നിങ്ങൾ ഈ തിരിയുന്നിടത്ത് നിറയെ കളറുള്ള നെല്ലുകൾ അതൊരു പാറ്റേൺ പാഡി ആർട്ടാണ്. അപ്പോൾ അതിൽ 2 കൈ, നിങ്ങളത് ഡ്രോൺ ഷോട്ട് കാണിക്കുക, 2 കൈകൾ, അതിനകത്ത് വയനാടിൻ്റെ മാപ്പ്. ഡിസ്കഷൻ ചെയ്തു സംഭവം മനസ്സിലാകുന്നത്. പുള്ളി എല്ലാ വർഷവും ഓരോരോ പുതിയ ആർട്ട് ഫോംസ് അത് ചെയ്യും, നല്ല രസം. അപ്പോൾ പുള്ളി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ പതിയെ ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾ പതിയെ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ സംഘത്തിൻ്റെ ഈ ഒരു ചർച്ച വരികയും, എന്നാൽ നമുക്ക് തണലിൽ പോകാം. അപ്പോൾ തണലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തണലുകാർ ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ക്ലാസ് എടുക്കുകയല്ല, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട്, കർഷകരാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 നെല്ലിനങ്ങൾ നിങ്ങൾ നൂല് തരും, അതിലൊരു നൂല് കെട്ടാൻ പറയും. അപ്പോൾ ഞങ്ങൾ അന്ന് 300 ചില്ലറ ഇനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റി കിടന്നു, എല്ലാവരും ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയി നൂല് കെട്ടി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഏതാണ്ട് 5 ഇനം, ഒരേ കൂട്ടുള്ള 5 ഇനങ്ങളിലാണ് അവസാനം കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 5 വിത്തുകളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അന്ന് ഗന്ധശാല, മുള്ളൻകൈമ, തൊണ്ടി, പാൽത്തൊണ്ടി, വലിയ നെല്ല്, ഈ 5 ഇനങ്ങൾ. ഈ 5 ഇനങ്ങൾ ഞങ്ങളൊരു 5 ഏക്കർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു. കൃഷി മോശമില്ലാത്ത നല്ല കൃഷിയായിരുന്നു, നല്ല വിളവായിരുന്നു. ഇതിൽ പറ്റിയൊരു ചലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷി ചെയ്യുമ്പോഴും ചെയ്യുന്നതിന് മുമ്പൊക്കെ ആളുകൾ ചോദിക്കുന്നത്, നെല്ല് വന്നു കഴിഞ്ഞാൽ സപ്ലൈകോയ്ക്ക് കൊടുക്കുമോ അതോ എവിടെ വിൽക്കും എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിന് കയറി പറഞ്ഞു, ആരും വാങ്ങില്ല, ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞു.
പക്ഷെ നെല്ല് കൊയ്യാറായി കഴിച്ചപ്പോൾ നിറയെ നെല്ലാണ്. നമുക്ക് വാങ്ങിയൊന്നും തീർക്കാൻ പറ്റുന്ന കാര്യമില്ല. കർഷകരായിരുന്നു അവര് ആദ്യം ഞങ്ങളെല്ലാവരും കർഷകരായിരുന്നു. കർഷകർ ഇത് തന്നെ. അപ്പം കൂടുതൽ ഞാൻ ഏറ്റവും ഇളയത്. എൻ്റെ ഒരു ഈ ആവശ്യത്തിൻ്റെ എടുത്തിയാട്ടത്തിൻ്റെയും പുറത്ത് ആളുകൾ കൂടെ നിന്നെങ്കിലും എല്ലാവർക്കും മനസ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, അവസാനം നെല്ലെന്ത് ചെയ്യുന്നുള്ളത്. നമ്മൾ ഈ ആവേശത്തിൻ്റെ പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊയ്ത്തായപ്പോഴാണ് നെല്ലെന്ത് ചെയ്യുന്നുള്ള ചോദ്യം വരുന്നത്. ഭാഗ്യത്തിന് നെല്ലെന്ത് ചെയ്യുന്നു. അപ്പോൾ ആ വർഷം പക്ഷേ ഈ ഗ്രീൻ പീസിലും അതിനു മുമ്പൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം ഉണ്ടാക്കിയ നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കരിഞ്ഞതുകൊണ്ട് ആ നെല്ലെല്ലാം തീർന്നു കിട്ടി. തണലായിരുന്നു ഒരു മേജർ സപ്പോർട്ട് സ്ട്രക്ചർ. അവർ കുറേ എടുത്തു പോയി. പിന്നെ അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം സ്റ്റേബിളായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് നെല്ല് കൂടുതൽ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല. അത് ഫുള്ള് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു ഫോർമൽ സിസ്റ്റം വേണം, ഇതിന് ഒരു എന്തായാലും പോസിബിലിറ്റിയും പൊട്ടൻഷ്യലും ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇതിനൊരു ഫോർമൽ സിസ്റ്റം വേണം. മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫോർമൽ സിസ്റ്റം വരികയാണ്. ഒരു വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ, കർഷകന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വില നിശ്ചയിക്കുകയാണെങ്കിൽ കൂടുതൽ കർഷകർ ഇതിലേക്ക് താല്പര്യം കാണിക്കും എന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് എങ്ങനെ ഫോം ചെയ്യും, ഏത് രൂപത്തിലേക്ക് പോകണം എന്നുള്ള ചോദ്യം വരുന്നത്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, പാർട്ട്ണർഷിപ്പ് ഫോം ആകാം, അല്ലെങ്കിൽ ഒരു SHG സാറിന് ചെയ്യുന്ന നമ്മൾ SHG ആയി തന്നെ നമുക്ക് ചെയ്യാം. സൊസൈറ്റീസ് ആക്ട് രജിസ്റ്റർ ചെയ്യും, ട്രസ്റ്റായിട്ട് ഫോം ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ ആലോചന വന്നപ്പോഴാണ് ആ സമയത്ത് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിൻ്റെ, ഫാമർ പ്രൊഡ്യൂസർ കമ്പനീസിൻ്റെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. നബാർഡായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ഏജൻസി. ഈ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്ന് അറിയൂ? പക്ഷെ എന്താണത് ഉണ്ടാകുന്നതിന് കാരണം? ആണ്. പക്ഷേ കോഓപ്പറേറ്റീവ്സ് ഓൾറെഡി നിലവിലുണ്ടല്ലോ. ഫാം കോഓപ്പറേറ്റീവ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാം കോഓപ്പറേറ്റീവ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. 1914 കോഓപ്പറേറ്റീവ്സ് ആക്ട് കൊണ്ടുവന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ വേറെ എന്താ ഒരു ഫോർമേഷൻ, വേറെ എൻറ്റിറ്റിയുടെ ആവശ്യം എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയല്ല കോഓപ്പറേറ്റീവ് പോലെ തന്നെയാണ്. അപ്പം ഇത് കോഓപ്പറേറ്റീവ്സ് 1990 കഴിയുമ്പോൾ തന്നെ ഈ കോഓപ്പറേറ്റീവ്സിൻ്റെ റിലവൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ഉയർന്നിട്ടുണ്ടായിരുന്നു. 2 കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇതൊക്കെ കുംഭകോണത്തിൻ്റെ മേഖലകളായി തുടങ്ങി. 2, ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ്, റൂളിംഗ് എന്താണോ റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ഡിസ്പോസിഷൻ അതുകൂട്ട് ഇവയെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ശ്രമം സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നു തുടങ്ങി. കോഓപ്പറേറ്റീവ്സ് എല്ലാം സ്റ്റേറ്റ് രജിസ്ട്രാറുടെ കീഴിലാണ് വരുന്നത്. അപ്പം രജിസ്ട്രാർക്ക് വേണ്ട വിധം ഉപദ്രവിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ആ ഒരു കാരണം ഫാമേഴ്സിന് വേണ്ട രീതിയിൽ ഈ ഫാമർ ഓൺഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. ആ ഒരു ഓണർഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വരികയും അതിന് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ടോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചകൾ വരികയും 2003 2001 വൈക്കിയാലക് കമ്മിറ്റി എന്ന് പറഞ്ഞ്, അന്ന് ഡോക്ടർ വൈക്കിയാലക് ഒരു എക്കണോമിസ്റ്റാണ്, അന്നത്തെ സഹമന്ത്രി വൈക്കിയാലക് യൂണിയൻ സഹമന്ത്രിയായിരുന്നു. കൃഷിയുടെ ആണോ എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ ലോകത്ത് പലയിടങ്ങളിലുള്ള പല ഫാമർ കളക്ടിവൈസേഷനെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. ഇതൊരു ഹൈബ്രിഡ് മോഡലാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ കമ്പനീസ് ആക്ടിലാണ്. അപ്പം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നേരിടുന്ന എല്ലാ ലീഗൽ എന്താ പറയുക നിബന്ധനകളും ആവശ്യങ്ങളും ഈ കമ്പനി നേരിടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സർക്കാരിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഒറ്റ വോട്ടേ ഉള്ളൂ. അത് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ആര് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റർക്ക് കൂടുതൽ സേ എന്നുള്ളതാണ്. ഇവിടെ ആര് എത്ര ഇൻവെസ്റ്റ് ചെയ്താലും
ആൾക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക ജനകീയവൽക്കരണവും പിന്നെ ഒരു യൂണിഫോമിറ്റി, വോയിസിലൊരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം കൊണ്ടുവന്നാൽ കോപ്പറേറ്റീവ്സിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുമെന്നും മാർക്കറ്റ്സുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള ധാരണയുടെ പുറത്ത് അവർ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞ് ഒരാശയം മുന്നോട്ട് കൊണ്ടുപോയി. 2013 കമ്പനീസ് ആക്ടിൽ അമെൻമെൻറ്റ് വരുത്തി. കമ്പനീസ് ആക്ട് എല്ലാ പ്രൈവറ്റ് കമ്പനികളെയും ബാധിക്കുന്ന ഇതാണ്. പക്ഷേ കർഷകരും അല്ലെങ്കിൽ പ്രാഥമിക ഉൽപ്പാദകർ ഏത് രീതിയിലാകാം, അവർ മത്സ്യത്തൊഴിലാളികളാകാം, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ് ആർട്ടിസാൻസ് ആകാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ വനവിഭവങ്ങൾ കളക്ട് ചെയ്യുന്നവരുമാകാം, അങ്ങനെയുള്ള 10 പേര് ചേർന്നിട്ട് ഒരു കമ്പനി രൂപീകരിക്കാൻ പറ്റും. അതിന് പ്രൊഡ്യൂസർ കമ്പനി എന്ന് വിളിക്കാനും പറ്റും. അങ്ങനെ രൂപീകരിക്കുന്ന കമ്പനിയെ സപ്പോർട്ട് ചെയ്യാനും ഹാൻഡ് ഹോൾഡ് ചെയ്യാനായിട്ടും നബാർഡിന് ഒരു ടാർഗറ്റും കൊടുത്തങ്ങ് ഏൽപ്പിച്ചു. നബാർഡിന് കേരളത്തിൽ കിട്ടിയ ടാർഗറ്റ് 106 കമ്പനി ഫോം ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ മൽപ്പിടുത്തം പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ട് ആളെ കൂട്ടി വന്നപ്പോഴാണ് വയനാട്ടിൽ ഞങ്ങൾ ആ ഒരു താല്പര്യം കാണിച്ചത്. അപ്പം അന്ന് ഞങ്ങൾ പലവട്ടം ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ അറ്റം വരെ പോയി തിരിച്ചു വന്ന് അവസാനം പറഞ്ഞു നമുക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, നോക്കാം എന്താ സംഭവിക്കുമെന്ന് നോക്കാം. ആർക്കും അറിയില്ല എന്താ സംഭവിക്കുമോ, നമുക്ക് എന്തായാലും നോക്കാം, എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 10 ആൾ ചേർന്ന് ആ കമ്പനി തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. 2017-18 ഫസ്റ്റ് ഇയറിൽ 2.25 ലക്ഷം രൂപയുടെ നെല്ല് സംഭരിച്ച് വിൽക്കുകയാണ് ചെയ്തത്. അത് 2021 ആയപ്പോഴത്തേക്കും 50 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചുള്ള നെല്ല് സംഭരണവും ഏതാണ്ട് 67 ലക്ഷം രൂപയുടെ വിപണനവും ഒക്കെയായി വന്നു. കോവിഡിന് നല്ലൊരു അടി കിട്ടി. നിങ്ങൾ നേരെ 33 ലക്ഷത്തിലോട്ട് സെയിൽസ് പോയി. പിന്നെ ഇപ്പം ബിൽഡ് ചെയ്ത് തിരിച്ച് ഈ വർഷം 66 ലക്ഷം രൂപയുടെ റവന്യൂസിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക് ഈവൻ ചെയ്യും അടുത്ത വർഷം. ഈ വർഷം ലോസസിലാണ്, പക്ഷേ 1 ലക്ഷത്തിന് താഴെയാണ് ലോസ്. അടുത്ത വർഷം ബ്രേക്ക് ഈവൻ ആവും. പക്ഷേ ഇതിൽ ഈ കണക്കുകളൊക്കെ പറയുന്നത് ഒരു രസത്തിനോടായിട്ടാണ്. കർഷകർ പൊതുവെ ഇതിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആളുകൾ കർഷകന് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള, പക്ഷേ ഇഷ്ടംപോലെ നിങ്ങൾക്കറിയാം. സാധാരണ ഇതൊക്കെ പറയുമെങ്കിൽ നിങ്ങൾ ബദലുകൾ തേടുന്ന ആളുകളായാലും ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള ബദലുകൾ കണ്ടിട്ടുണ്ടാവും. കർഷകൻ കളക്ടിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റുമായിട്ട് എൻഗേജ് ചെയ്യാനായിട്ട് നല്ലൊരു സാധ്യതയുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവമാണ്. പക്ഷേ അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല FPOസിൻ്റെ റോൾ എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പൊതുവേ സർക്കാർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് മാർക്കറ്റിംഗ് എൻറ്റിറ്റീസായിട്ട് മാത്രമാണ്. പക്ഷേ വിത്ത് മുതൽ വിപണി വരെയുള്ള ആ ഒരു ദൂരം കർഷകരുടെ കൂടെ നമ്മൾ നടന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് കൊണ്ടൊന്നും അധികം നാൾ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഒക്കില്ല. നമ്മളും ബാക്കി എല്ലാ കച്ചവടക്കാരെയും പോയിട്ട് വെറും ഒരു കച്ചവടക്കാരനായിട്ട് ഒരു മിഡിൽ പേഴ്സണായിട്ട് മാറും എന്നുള്ളതാണ് മറ്റ് FPOസിൽ നിന്ന് ഞങ്ങൾ പഠിച്ച കാര്യം. ഇന്ന് വയനാട്ടിൽ എന്താ പറയുക, വിരലിലെണ്ണാവുന്ന FPOസേ ഉള്ളൂ വയനാട്ടിലെ കർഷകരുടെ ഉൽപ്പന്നം എടുത്ത് വിൽക്കുന്നവർ. ബാക്കി ഇഷ്ടംപോലെ 33 അങ്ങോട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ഇന്ന് കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കച്ചവടത്തിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്താണ്? ലാഭമാണ് വേണ്ടത്. ലാഭം വേണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഉൽപ്പാദന ചെലവ് കുറയണം, അല്ലെങ്കിൽ നമ്മുടെ വിപണനം ഭയങ്കരമായിട്ട് കൂടണം. അപ്പം വിപണനം വലുതായിട്ട് ആരെയും കൊണ്ട് കൂട്ടാൻ പറ്റുന്നില്ല. പിന്നെ ചെയ്യുന്നത് എന്താ? ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്നുള്ളത്. വയനാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ കർഷകർക്ക് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉൽപ്പാദന ചെലവ് ഒരു ലെവലിൽ നിൽക്കുള്ളൂ. അതിൽ താഴ്ത്താനായിട്ട് ഏത് ബംഗാളി കൂടെ ഇറങ്ങി പണിയെടുത്താലും നടക്കില്ല. അപ്പോൾ പിന്നെ നടക്കുന്നത് എന്താ? തൊട്ടടുത്ത് തമിഴ്നാടും കർണാടക അല്ലേ, നല്ല വില ഒരു സാധനം കിട്ടില്ലേ, അപ്പോൾ അവിടെ നിങ്ങൾ സാധനം വാങ്ങി ഇവിടെ പാക്ക് ചെയ്ത് വിറ്റാൽ പോരെ. അപ്പോൾ അതാണ് ഇപ്പം പ്രൊഡ്യൂസർ കമ്പനികൾ മിക്കതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രൊഡ്യൂസർ കമ്പനികൾ കർഷകൻ എന്നത് ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ മാത്രമുള്ള സ്ഥാപനമല്ല. കർഷകന് ഉൽപ്പാദനം ഉറപ്പാക്കുകയും ആ ഉൽപ്പാദനത്തിൽ നിന്ന് ശരിയായ വില കൊടുക്കുകയും അതിനുശേഷം അതിനുമേലുണ്ടാകുന്ന വിപണനത്തിനുണ്ടാകുന്ന ഒരു ലാഭം ഷെയർ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ്. ആ ഒരു അർത്ഥത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ വിത്ത് മുതൽ വിപണി വരെയുള്ള എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നു. അതിലുള്ള ചലഞ്ചസ് ഉള്ളത്, ഒന്ന് നാടൻ നെല്ലുകളാണ് കർഷകർ ചെയ്യേണ്ടത്. രണ്ടാമത്തത് ജൈവ രീതിയിലേക്ക് കൃഷി കൊണ്ടുവരണം എന്നുള്ളത്.
അപ്പോൾ അത് രണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ചലഞ്ചായിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും ഇതിനെയൊക്കെ പറ്റി സംസാരം നടന്നിട്ടും ഓൺ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് കർഷകൻ ജൈവത്തിലേക്ക് നാടൻ നെല്ലിലേക്ക് വരാനായിട്ട് അത്ര എളുപ്പത്തിലൊന്നും ഓവർനൈറ്റൊന്നും കമ്മ്യൂണിറ്റീസ് ഒന്നും മാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 ജനറേഷൻ ഒരു രീതിയിൽ ചിന്തിച്ചു പോയതാണ്. അവരിൽ നിന്ന് ഇനിയൊരു തിരിച്ചു വരവ് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് എങ്ങനെയാണോ അവർ പോയത് അതേ വഴി തന്നെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ എങ്ങനെയാണോ വർക്ക് ചെയ്തത്, ഗ്രീൻ റെവല്യൂഷൻ വർക്ക് ചെയ്ത് അതേ ഇതിൽ നമുക്കൊരു ബദൽ പാതയിൽ സഞ്ചരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. MSSRF-നെ ഞങ്ങൾ കൂടെ കൂട്ടാറില്ല. നിലപാടുകളില്ലാത്ത ഓർഗനൈസേഷൻസിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അല്ല ശത്രു എന്നല്ല, ഇതിൽ ശത്രു മിത്രമല്ല, ഇത് നിലപാടുകളുടെ ഹൈബ്രിഡ് ആണല്ലോ ഒരു സാധനം. അല്ല അവരിതും പറയുന്നു, അവർ നാടുന്നെല്ലും ജൈവകൃഷിയൊക്കെ പറയുന്നുണ്ട്. MSSRF റിസർച്ച് ഫൗണ്ടേഷൻ അവർക്കിവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നിലപാടുകളാണ് പ്രശ്നം. നമ്മളൊരു നിലപാട് ഇതും പക്ഷെ ഞങ്ങളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ വകുപ്പ്. അപ്പോൾ ജൈവം ചെയ്യുക, നാടൻ നെല്ല് ചെയ്യുക, 2 ചലഞ്ചസ് ഉണ്ട്. ആ 2 ചലഞ്ചസ് വരണമെങ്കിൽ ഒന്ന് എക്സ്റ്റൻഷൻ ശക്തമാണ്. കർഷകന് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോലെ നിങ്ങൾ രാസവും ഇതൊക്കെ ഒന്ന് ഉപേക്ഷിച്ചോളൂ, നാടൻ നെല്ലിലേക്ക് വന്നോളൂ, എല്ലാം സുലഭല സുന്ദരമാകുന്നു പറഞ്ഞാൽ കാര്യമാവില്ല. അത് ചിലപ്പോൾ 1 വർഷം ഒക്കെ നടക്കും. 1 വർഷം രാജേഷ് പറഞ്ഞാൽ ചെയ്ത് നോക്കാമെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. പക്ഷെ 2ാം വർഷമായി കഴിയുമ്പോഴത്തേക്കും പറ്റില്ല മുന്നോട്ട് പോകാനായിട്ട്. അതിനുള്ള അറിവിൻ്റെ ഒരു കുറവ്, അറിവിൻ്റെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തണലൊക്കെ ശ്രമിക്കുന്ന ആ അറിവിൻ്റെ നഷ്ടം തിരിച്ചു പിടിക്കാനുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു റിപ്പോസിറ്ററി, അറിവിൻ്റെ ഒരു റിപ്പോസിറ്ററി തിരിച്ച് കൊണ്ടുവരാനാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി അറിവ് നേടാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരിടത്തിരിക്കുന്ന അറിവാണ്. അത് കർഷകനിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിലാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു വർക്കിൻ്റെ വലിയ ഭാഗം വരുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ രാസവളങ്ങൾ വന്നത്? ഇവിടുത്തെ ഏല ഓഫീസർമാർ രാത്രി പോയി കണ്ടങ്ങളിൽ വളമിട്ട് പറഞ്ഞാൽ കർഷകർ സമ്മതിക്കില്ലായിരുന്നു. കർഷകർക്ക് പേടിയായിരുന്നു വളമിട്ടാലും തന്നെ പറ്റുമെന്നൊക്കെ. ഇവിടെ പണ്ട് കൃഷി ഓഫീസർ ഏല ഓഫീസർ എന്ന് പറയും. ഏല ഓഫീസർ രാത്രി പോയിട്ട് കർഷകൻ്റെ ഇതിൽ വളമിടുമായിരുന്നു. എന്നിട്ട് നെല്ല് നന്നായി വരുമ്പോൾ പറയും അത് ഈ വളമിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. ഇത് തമാശ കഥയല്ല, റിയൽ സ്റ്റോറീസാണ്. ഇവിടെ ഉള്ള പഴയ ഏല ഓഫീസർമാർ അവർക്ക് വേറൊരു പേരാണ് ഗ്രാമസേവകർ. അന്ന് ഗ്രാമസേവകർ എന്നായിരുന്നു ആദ്യകാലത്ത് ഇവരെ വിളിച്ചിരുന്നത്. അപ്പം അവർ പറഞ്ഞ കഥകളാണ്. അപ്പം അങ്ങനെ മാറിയൊരു സിസ്റ്റമാണിത്. അപ്പം അതിനുശേഷം അതിനോടൊപ്പം തന്നെ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഇൻപുട്സ് വന്നു, മാർക്കറ്റിംഗ് സിസ്റ്റം, പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റംസ് വന്നു, ഒരു MSP വന്നു, ക്രെഡിറ്റ് സിസ്റ്റം. ബാങ്കിൽ നിന്ന് കർഷകന് ഇത് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കൊടുക്കും. അത് ക്രെഡിറ്റ് ക്യാഷ് ആയിട്ടല്ല കൈൻഡായിട്ട് കൊടുക്കുന്നൊരു സിസ്റ്റം വന്നു. ഇത് കീടനാശിനിയും വളവുമാണ് ക്രെഡിറ്റായിട്ട് കൊടുക്കുക, പൈസയല്ല. അപ്പോൾ അങ്ങനെയാണ് കർഷകനെ ഈ ഇതിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണമെങ്കിലും ഇതിനൊരു ബദൽ ഫുൾ സിസ്റ്റം പാത നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ ആ പാതയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടാപ്കോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വിത്ത് ഉണ്ട്, വിളപരിപാലനത്തിനുള്ള എക്സ്റ്റൻഷൻ മാത്രമല്ല, എക്സ്റ്റൻഷൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ കാളിച്ചയുടെ കേസ് പോലെ, ഇതിൻ്റെ റിസർച്ച് എവിടെ നടക്കുന്നു, ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അതെങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളത്. അത് സെക്കൻഡറി നോളജാണ്, പ്രൈമറി നോളജുണ്ട്. അത് രണ്ടും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു റിസർച്ചും എക്സ്റ്റൻഷനും ഉള്ള ഒരു വിങ് തന്നെ ടാപ്കോയ്ക്കുണ്ട്. കർഷക വിജ്ഞാന വിഭവ കേന്ദ്രം എന്നാണ് അതിൻ്റെ പേര്. കാട്ടിക്കുളത്ത് ഇതിൻ്റെ ഓഫീസുണ്ട്. കാട്ടിക്കുളം ടൗൺ ഭയങ്കര രസമാണ്. കാട്ടിക്കുളം ടൗണിൻ്റെ ഒരറ്റത്ത് കൃഷിഭവനുണ്ട്, ഇപ്പുറത്തറ്റത്ത് ഞങ്ങളുടെ കർഷകരുടെ ഭവനമുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു മത്സരമൊന്നുമില്ല, വളരെ കോപ്പറേറ്റീവാണ്. അവരും ഞങ്ങളുടെ റിലവൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് അവരുടെ റിലവൻസ് എന്താണെന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സാധ്യത ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിലനിൽക്കുന്നു, സാധ്യതയുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ അത് കാണിച്ച് ഈ വർഷത്തെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല FPOയുടെ അവാർഡ് ഞാൻ കിട്ടി. ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ FPOകൾക്ക് അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഈ വർഷം ഈ ഒരു വർക്ക് കാരണമാണ് നമ്മളിപ്പം ഞങ്ങളുടെ മാർക്കറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ എമൗണ്ട്സ് ആണ്. 66 ലക്ഷം 70 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ മറ്റേ വർക്ക് ചെയ്യുന്നവർ ആരുമില്ല. സാറിന് ആളുകൾ വിചാരിക്കുക ഇതൊക്കെ NGO വർക്കല്ലേ, ഈ എക്സ്റ്റൻഷൻ ഡെവലപ്മെന്റ് വർക്ക് എന്ന് പറയുന്ന NGO വർക്കല്ലേ.
അത് NGOs ചെയ്താൽ പോലെ എന്നുള്ളതാണ്. പക്ഷെ അത് രണ്ട് സൈലോസിൽ അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ അത് സിനർജൈസ് ചെയ്യാനായിട്ട് വേറൊരു ഏജൻസി വരേണ്ടി വരും, വേറൊരു സ്കീം, വേറൊരു ഫണ്ട്. അപ്പം അതുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ കർഷകരുടെ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ വേണം എന്നുള്ള തോന്നലാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന റീസൺ. സ്റ്റോറേജ് എങ്ങനെയാണ്? ഞങ്ങൾ ആദ്യം കൂടുതലാണ്. അതെല്ലാം അതുകൊണ്ട് തന്നെ തുടരുന്നുണ്ട്. വർഷാവർഷം കുത്തനും എലിക്കും കൊടുക്കാനുള്ള കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോറേജിൻ്റെ സ്പേസ് ഒരു വലിയ ചലഞ്ചാണ്. ഇന്ന് കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വെയർഹൗസിംഗ് കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാൻഡേറ്റ് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും അത് സൂക്ഷിച്ചു വയ്ക്കാനും വിപണിയിൽ വില കിട്ടുമ്പോൾ കർഷകർ അത് എടുത്ത് വിൽക്കാനും ഉള്ളൊരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് വെയർഹൗസ് കോർപ്പറേഷൻ എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്. പക്ഷേ ഇന്ന് കേരള സ്റ്റേറ്റ് വെയർഹൗസ് കോർപ്പറേഷൻ്റെ ഏത് വെയർഹൗസിൽ നിങ്ങൾ പോയാലും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കാണില്ല. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് മുതൽ ബിയർ വരെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലാഭം അത് ചെയ്യുന്നതാണ്. ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടാണ് ഇവിടുത്തെ വെയർ ഹൗസിൽ ഞങ്ങൾക്ക് എൻട്രി കിട്ടിയത്. എന്നിട്ട് അവസാനം ഞങ്ങൾ എങ്ങനെയും പുറത്താക്കാതെന്നുള്ളതാണ് അവരുടെ വലിയ ആഗ്രഹം. അങ്ങനെ അവരതിൻ്റെ അവസാനം ആ ഫുൾ വെയർ ഹൗസും സപ്ലൈകോ എന്ന് പറഞ്ഞാൽ അവരുടെ റേഷൻ സിസ്റ്റത്തിന് വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അവരൊരു സ്പെഷ്യൽ റൂം 4 മൈലിൽ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും 6 കിലോമീറ്റർ ഞങ്ങൾ അപ്പുറത്തോട്ട് പോകണം. മാനന്തവാടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്ത്. അപ്പം അവിടെയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്പേസ് ഇല്ലാതെ കിട്ടില്ലല്ലോ. ഇന്ന് കർഷകൻ നേരിടുന്നത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വിപണിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനം കൊണ്ടുവരുമ്പോൾ എപ്പോഴും വില കുറയും. ആ സീസണിൽ വിപണി അങ്ങനെ പ്രവർത്തിക്കും. മാർക്കറ്റ് ഗ്ലട്ട് സ്ഥിരം വരുന്നത്. ഈ കൃഷി തുടങ്ങുന്ന സീസൺ, ഏത് വിള എടുത്താലും കൃഷി തുടങ്ങുന്ന സീസണിൽ ഭയങ്കര പ്രൊമോഷനാണ്. കഴിഞ്ഞ വർഷം ഇന്ന കർഷകന് ഇത്ര ലാഭം കിട്ടി, കഥകളൊക്കെ നിറയെ വരും. മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ നിറയെ കഥ വരും. ഇഷ്ടംപോലെ വാട്സപ്പ് സ്റ്റോറീസ് വരും. ഈ കർഷകന് ഇത്ര ലക്ഷം രൂപ കഴിഞ്ഞാൽ ഉണ്ടാക്കി ഇന്ന വിള ചെയ്തിട്ടുണ്ട്. കർഷകരെല്ലാം നേരെ അതിലോട്ട് എടുത്തിയാടും. കറക്റ്റ് അതിൻ്റെ ഹാർവെസ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും വില കുത്തനെ ഇടിയുകയും ചെയ്യും. അത് വിപണിയുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിന് ഒരു തടയിടാൻ പറ്റുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ട് വിപണിയിൽ എപ്പോൾ വില വരുന്നു അപ്പം വിൽക്കാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്. സംഭരണം ഒരു വലിയ ചലഞ്ചാണ്, വലിയൊരു നീഡാണ്. അത് നടക്കാത്തത് ആണ് നമ്മുടെ കർഷകരിൽ നിന്ന് പെട്ടുപോകുന്നതിൻ്റെ പ്രധാനത്. FPCസിന് അതിനൊരു സാധ്യത ഉണ്ട്. ഞങ്ങൾ അവസാനം അവരുമായിട്ട് ഒരു രക്ഷയില്ലാണ്ടായിട്ട് വിട്ടിട്ട് ഇവിടെ വേറൊരു കോപ്പറേറ്റീവ് ഉണ്ട്, ഒരു പവർലൂം എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂം പവർലൂം സൊസൈറ്റി. നെയ്ത്തുഗ്രാമം. അപ്പോൾ നെയ്ത്തുഗ്രാമത്തിൻ്റെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അവർ ഉപയോഗിക്കാൻ പറ്റുന്നു. അത് ഫുള്ള് കേടായി കിടക്കുക. അപ്പോൾ അത് ഞങ്ങൾ ലീസിനെടുത്ത് അത് നന്നാക്കി ഇപ്പോൾ ഞങ്ങൾ നെല്ല് സൂക്ഷിക്കുന്ന അവിടെയാണ്. അതൊരു 7000 സ്ക്വയർ ഫീറ്റ് റൂമാണ്. അപ്പോൾ അതിൽ 4000 സ്ക്വയർ ഫീറ്റ് 4 സെന്റ് 5 കൊല്ലമാണ് ലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓർഗാനിക് സാധനം സൂക്ഷിക്കുന്നത് എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും? എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. 2 കാര്യങ്ങൾ, മോയ്സ്ചർ നമ്മൾ കറക്റ്റായി പിടിക്കുകയും പിന്നെ ഈ എലി എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ സന്ധി ഇല്ലാ സമരം ചെയ്യുകയും ചെയ്തത്. ഗവൺമെന്റ് വെയർ ഹൗസസ് അങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. വെയർ ഹൗസ് എന്ന് പറയുന്നത് ഭയങ്കര ശാസ്ത്രമാണ്. അതിൻ്റെ വെയർ ഹൗസ് കൺസ്ട്രക്ഷൻ്റെ രീതി പോലും റാറ്റ് പ്രൂഫിംഗ് ഒക്കെ ഉള്ള ഇതാണ്. ഇവിടുത്തെ വെയർ ഹൗസ് പക്ഷേ റാറ്റ് പ്രൂഫിംഗ് നല്ലോണം ചെയ്യും, മരപ്പെട്ടി പ്രൂഫിംഗ് ചെയ്യാത്തത് കൊണ്ട് മരപ്പെട്ടിയായിരുന്നു പ്രധാന പ്രശ്നം. വേലത്തെ പ്രൂഫ് ചെയ്യുന്നത് അവിടെ ഒരു ഈ വെയർ ഹൗസുകൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചുറ്റും മരങ്ങൾ പാടില്ല ഒക്കെ ഉണ്ട്. അതിൽ കൂടെ ജീവികൾ വന്ന് ചാടണം. അപ്പുറത്തെ ബില്ല് സപ്ലൈകോ ഓഫീസിൽ നിന്ന് അങ്ങാണ്ട് ഒരു മരത്തിന്റെ ചില്ല ഇങ്ങോട്ട് ചാടി നിൽക്കുകയും അത് നേരെ ഞങ്ങളുടെ റൂമിൽ തന്നെ മേലെ വരികയും അതിൽ നിന്ന് മരപ്പെട്ടി ഇറങ്ങുകയും. മരപ്പെട്ടി നെല്ല് കഴിക്കൂല, പക്ഷെ ഭയങ്കര കൗതുകമുള്ള ജീവി കൊണ്ട് എല്ലാം വലിച്ചു പിടിച്ചു, ചാക്കുകൾ ഫുള്ള് വലിച്ചു കയറും. അതൊരു വലിയ വിഷയമായിരുന്നു. കുത്തന് ലോസ് ഉണ്ടാവും, പക്ഷെ അതൊന്നും അങ്ങനെ വലിയൊരു
ലോസ് അല്ല. നമ്മളെ അത് ഈ കസ്റ്റമറിന് കൊടുക്കുമ്പോ അവർക്ക് പ്രശ്നമാണ്. അവർക്ക് പ്രശ്നമുണ്ട്. അതാണ് അപ്പം രണ്ട് രീതിയിൽ നമ്മൾ അതിനെ നേരിടേണ്ടി വരും. ഒന്ന് കസ്റ്റമറുടെ മാനസികാവസ്ഥ മാറ്റുക എന്നുള്ളത്, കുത്തനെ കണ്ടാൽ പേടിക്കേണ്ടെന്ന് പറയുക എന്നുള്ളത്. രണ്ടാമത് കുത്തൻ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്താൽ ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഇതേക്കാട്ട്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു പഴയ കണക്ഷൻ ഉണ്ട്. പുള്ളി ബാംഗ്ലൂരിൽ ഞങ്ങളുടെ അടിവാങ്ങി ഫ്രണ്ട്സിലേക്ക് ദേവഭൂമിയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എങ്ങനെ ലാർജ് സ്കെയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെറിയൊരു സ്ഥലത്ത് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ലാർജ് സ്കെയിലിലും സെയിം പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതൊരു നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒരു കോസ്റ്റായിട്ട് തന്നെ കണക്കാക്കും. എന്നിട്ട് അതേ പറയുന്നത് കുത്തിന് കൊടുക്കാനുള്ള കുത്തിന് കൊടുക്കും, പൂക്കലിന് കൊടുക്കാനുള്ള പൂക്കലിന് കൊടുക്കും, എനിക്ക് കൊടുക്കാനുള്ള എനിക്ക് കൊടുക്കും. ഇതൊക്കെ ആയിട്ട് നിരന്തര സമരം ചെയ്തുകൊണ്ടിരിക്കുകയും പക്ഷെ അതൊരു കോസ്റ്റാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു കോസ്റ്റ് ആര് പേ ചെയ്യും? കൺസ്യൂമർ പേ ചെയ്യും. സയന്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മോയ്സ്ചർ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് മോയ്സ്ചർ മീറ്റേഴ്സ് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കർഷകരുടെ നിന്ന് എടുക്കുമ്പോൾ മോയ്സ്ചർ നോക്കി, അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. സപ്ലൈകോ ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ അത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കർഷകരായതുകൊണ്ട് പലപ്പോഴും 17 എന്ന ഒരു റീഡിംഗ് ആണ് എടുക്കേണ്ടത്. 17-അപ്പുറത്തേക്ക് മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് ഒന്നാമത് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും. സ്റ്റോറേജ് മോയ്സ്ചർ 12 ആണ്. അപ്പം 17 പിടിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 5 ഗ്രാം പെർ ഇത്ര കിലോ എന്നുള്ളൊരിതാണ് അതിൽ വരുന്നത്. അപ്പോൾ അത്രയും ലോസാണ് ആക്ച്വലി. പക്ഷേ കർഷകരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇതെല്ലാം നമുക്കറിയാവുന്ന ആളുകൾ, നമ്മുടെ ആളുകളല്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ 19 ആയിരിക്കും, 21 ആയിരിക്കും, 24 ആയിരിക്കും. പറയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പറയും. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഈ വർഷം അതുകൊണ്ട് ആദ്യമേ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്വന്തമായിട്ടൊരു സ്വയം നിയന്ത്രണം ഇല്ലെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാകും. മോയ്സ്ചർ ഒരു വലിയ പ്രശ്നമാണ്. കുത്തനും എലിക്കും എതിരെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കുക്കൂൺസ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ എന്തെങ്കിലും സാധനങ്ങളില്ല, മീൻസ് കെമിക്കൽസിന് പകരം കുക്കൂൺസ് എന്ന് പറയുന്നത് ബാഗാണ്. അതൊരു നമ്മുടെ ഗ്രെയിൻ പ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഗ്രെയിൻ പ്രോ വേൾഡിലെ ഏറ്റവും നല്ല സ്റ്റോറേജ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫിലിപ്പൈൻസ് ബേസ്ഡ്. അങ്ങനെയല്ല, എയർടൈറ്റ് ബാഗ് അല്ലത്. അത് 5 ടൺ 20 ടൺ ഒക്കെ കൊള്ളുന്ന വലിയ ബാഗാണ്. പുറത്തും വെക്കാം. ആക്ച്വലി ഞങ്ങൾ ഈ റൈസ് റൂം ഉണ്ടാക്കിയത് തന്നെ സിമിലർ. പക്ഷെ അത് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു ബാഗ് ഇതിനകത്ത് വയ്ക്കാനായിട്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ കയ്യിൽ കാശില്ലാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടെങ്കിൽ വിടുന്ന വിട്ട് അതിപ്പോഴും വിട്ടിട്ടുണ്ട്. ഹാംഫുൾ അല്ല, കോസ്റ്റ്ലി ആണ്. അപ്പം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാധനം എടുത്ത് വയ്ക്കും, എന്നിട്ട് നമ്മൾ ഓക്സിജൻ സക്കൗട്ട് ചെയ്യും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്യും. 14 ദിവസം വെച്ചിരുന്ന ജീവനുള്ള ഒറ്റ സാധനം പിന്നെ മോയ്സ്ചർ പിടിച്ചെടുക്കുന്നു. പക്ഷെ മോയ്സ്ചർ അല്ല ഇത് പിടിച്ചെടുക്കുന്നത്, ഓക്സിജൻ ഇല്ലാണ്ടാക്കിയിട്ട്. പക്ഷെ മോയ്സ്ചറിൽ അതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പൊ മോയ്സ്ചറിന്റെ കേസിൽ അവർ പറയുന്നത് നിങ്ങൾ എത്ര മോയ്സ്ചറിലകത്ത് വയ്ക്കുന്നു അതേ മോയ്സ്ചറിൽ തിരിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മോയ്സ്ചറിൽ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ലിവിങ് സാധനങ്ങളെല്ലാത്തിനെയും എടുക്കുന്നത് ഒരു സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ കോസ്റ്റ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സഹജ വളരെ വലുതാണ്. സഹജ ഒരു വലിയൊരു FPO എന്താണ് എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് സഹജ സമൃദ്ധ എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ബേസ്ഡ് കർണാടകത്തിലുള്ള ഒരു ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ്. എനിക്ക് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് FPOs നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഓക്കെ. ഇപ്പം അതൊക്കെയാണ് കർഷകരുണ്ട്. ഞങ്ങൾ നെല്ല് സംഭരിക്കുന്ന 100-അടുപ്പിച്ച് കർഷകരുണ്ട്. പക്ഷേ നമ്മൾ മറ്റ് സേവനങ്ങൾ നൽകുന്ന ഇപ്പം വിത്ത്, വിളപരിപാലനത്തിനുള്ള സംവിധാനങ്ങൾ, ഈ വീക്ക്ലി അഡ്വൈസറീസ്, അതൊക്കെ പല തരത്തിലുള്ളതാണ്. വീക്ക്ലി അഡ്വൈസറി ഏരിയ ഞങ്ങൾ കൂടുതലും തിരുനെല്ലി പഞ്ചായത്ത് എന്നുള്ള തന്നെയാണ്. പക്ഷേ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള കർഷകർ, അറിഞ്ഞു വരുന്ന കർഷകർ എല്ലാവരെയും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്?
ഞങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച്. പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റമാണ് ഞങ്ങളെ വേറിട്ട് നിർത്തുന്ന വേറൊരു ഇത്. വില നിശ്ചയിക്കുന്നത് എങ്ങനെ? കർഷകൻ എപ്പോഴും ഉള്ളൊരു വലിയ പ്രശ്നമാണ് നമുക്ക് വില നമുക്ക് വേണ്ട രീതിയിൽ നിശ്ചയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് സീസണിന് മുമ്പേ കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ നോക്കും. എന്നിട്ട് ഈൽഡ്സ് അറിയാം. ഓരോ വെറൈറ്റി പല വെറൈറ്റിക്കും പല ഈൽഡാണ്. ആ ഈൽഡും കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ നോക്കിയിട്ട് ഒരു വെറൈറ്റിക്ക് വില നിശ്ചയിക്കും വിത്തിടുന്നതിന് മുമ്പ്. അപ്പോൾ കർഷകന് തീരുമാനിക്കാൻ നോക്കും ഈ വർഷം ഞാൻ ഏത് നെല്ലാണ് ഏത് വെറൈറ്റിയാണ് ചെയ്യേണ്ടത്. നേരത്തെയുള്ള ഗ്രീൻ റെവല്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് വെറൈറ്റീസിനെ നശിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റ വിലയാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒറ്റ വില നിശ്ചയിക്കുമ്പോഴത്തേക്കും കർഷകർ എന്താ ചെയ്യുക? മാക്സിമം പ്രൊഡക്ടിവിറ്റിയുള്ള ഒരു വെറൈറ്റി ചൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ വെറൈറ്റികളും പുറന്തള്ളപ്പെടും. പ്രൊഡക്ഷൻ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം തൊണ്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി നേരത്തെ പറഞ്ഞത് വാങ്ങിപ്പോയത്. തൊണ്ടിയാണ് ഏറ്റവും പോപ്പുലർ വെറൈറ്റി കർഷകരുടെ ഇടയിലും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലും. കർഷകരുടെ ഇടയിൽ അത് പോപ്പുലർ ആവാനുള്ള കാരണം അത് വലിയ ഹൈറ്റിൽ പോകില്ല, ഒരു 4 അടിയൊക്കെ ലെവലിൽ നിൽക്കും, മറിഞ്ഞു വീഴില്ല, പിന്നെ നല്ല ഈൽഡാണ്. അത് ഇവിടുത്തെ ഏത് യൂണിവേഴ്സിറ്റി റിലീസ്ഡ് വെറൈറ്റിയും എന്ത് കെമിക്കൽ ഉപയോഗിച്ച് കൃഷി ചെയ്താലും അതിനൊപ്പം നിൽക്കുകയും അതിനെ തോപ്പിക്കാനും പറ്റുന്ന കെൽപ്പുള്ളൊരു വെറൈറ്റിയാണ് തൊണ്ടി. ആകെയുള്ളൊരു പ്രശ്നം അതിൻ്റെ ഡ്യൂറേഷൻ അല്പം കൂടുതലാണ്. 165 ദിവസം എടുക്കും മൂത്ത് വരാനായിട്ട്. സാധാരണ യൂണിവേഴ്സിറ്റി റിലീസ് വെറൈറ്റീസ് ഒക്കെ 120-130 ഡേയ്സ് എന്നുള്ളതാണ്. പക്ഷെ 165 ദിവസമാണ് ഇവിടുത്തെ സീസൺ. ഇവിടെ മഴക്കാലം തുടങ്ങി, ജൂണിൽ പണി തുടങ്ങി, ഡിസംബറിൽ മഴക്കാലം തീരുന്നവരെയാണ് നെല്ല് ഉണ്ടാകേണ്ടത്. ഡിസംബറിൽ മഴക്കാലം തീർന്നു കഴിയുമ്പോൾ കൊയ്യാൻ പറ്റേണ്ടത്. അതിന് മുമ്പ് കൊയ്ത് കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ വെറൈറ്റി അത്. അപ്പോൾ അതിന് ഞങ്ങൾ ഈ വർഷം 33 രൂപയാണ്, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം 33 രൂപയാണ് ഡിസൈഡ് ചെയ്തത് നെല്ലിൻ്റെ വില. സർക്കാരിൻ്റെ MSP 28 രൂപ 68 പൈസയായിരുന്നു. പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വേറൊരു പ്രത്യേകത, കർഷകൻ നെല്ല് എവിടെ ഉണ്ടെന്ന് പറയുന്നു, അത് പാടത്താകാം അല്ലെങ്കിൽ വീട്ടിലാകാം, അവിടെ പോയി പ്രൊക്യൂർ ചെയ്യും. അതിൻ്റെ ലോഡിങ് ട്രാൻസ്പോർട്ടിങ് ചാർജസും കമ്പനി വഹിക്കും. അപ്പോൾ അവിടെ ഒരു സേവിങ്സ് കർഷകന് വരുന്നത്. അപ്പോൾ 33 രൂപ എന്ന് പറയുമ്പോൾ ആക്ച്വലി 35 രൂപയുടെ എഫക്റ്റാണ് ഒരു കിലോയിൽ കിട്ടുക. ഇവിടെ പക്ഷേ ഈ ലോഡിങ്ങും ട്രാൻസ്പോർട്ടും ഒക്കെ കർഷകൻ വഹിക്കണം, മറ്റേ സർക്കാർ സംവിധാനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അത് കുറയും. ഇപ്പം തൊണ്ടിക്ക് എത്രയാണ്? അതാണ് ഏറ്റവും ലോവസ്റ്റ് പെയ്ഡ്. പക്ഷേ ഏറ്റവും ഈൽഡ് ഉള്ളത് കാരണം അത് സ്റ്റിൽ പ്രിഫേർഡ് ആണ്. ഗന്ധകശാല, മുള്ളൻ കൈമ, ജീരകശാല എന്നൊക്കെയുള്ള അരോമാറ്റിക് വെറൈറ്റീസ് ഉണ്ട്. അതിന് 60 രൂപയാണ് ഞങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നത്. തൊണ്ടി 2 ടൺ ഒരു ഏക്കറിൽ വിളവ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു 8 ക്വിൻ്റൽ മുതൽ 1 ടൺ വരെയാണ് ഒരു ഒപ്റ്റിമം ഈൽഡ്സ് വരിക. പക്ഷേ ഈ വില കിട്ടുന്നത് കാരണം അവർക്ക് അത് കുഴപ്പമില്ലാണ്ട് പോകും. നവര എന്ന് പറയുന്ന വെറൈറ്റി ആണ് കൂട്ടത്തിൽ ഏറ്റവും ഈൽഡ് കുറഞ്ഞൊരു വെറൈറ്റി. അതൊരു ഏക്കറിന് 500 കിലോ ഒക്കെ കിട്ടിയ നല്ല ഈൽഡാണെന്നാണ് വരുന്നത്. അത് 110 രൂപയ്ക്ക് ഞങ്ങൾ സംഭരിക്കുന്നു. അപ്പോൾ കർഷകൻ നവര ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നവരയും ചെയ്യുക. നവര ചെയ്താലും ഒരു ഏക്കറിന് വരുമാനം കിട്ടുക എന്നുള്ളത് വിളവല്ല പ്രശ്നം, വരുമാനമാണ് പ്രശ്നം. ഏകദേശം ഒരു വരും. ഈ വയനാടോ അല്ലെങ്കിൽ വയനാട് പുറത്ത് ഒക്കെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വയലിനും പറ്റിയ ഇനങ്ങളുണ്ട്. അതിൻ്റെ പല ക്വാളിറ്റീസും ഉണ്ട്, മണ്ണിൻ്റെ പല ക്വാളിറ്റീസും ഉണ്ട്. ഇന്ന ഇനങ്ങൾ ഇന്ന പ്രദേശത്ത് ചെയ്യാൻ പറ്റുന്ന പറയും. ആ ഒരു ചോയ്സ് തിരിച്ച് കർഷകരിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം. ഈ പ്രൈസിങ് വഴി ആ ചോയ്സ് തിരിച്ച് കർഷകരിലേക്ക്. നിങ്ങൾ മെയിനായിട്ട് ഇത് എവിടെ വിൽപ്പന നടത്തുന്നു? ഈ നെല്ലും അരിയെല്ലാം ഇവിടെ വിൽപ്പന ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ടോട്ടൽ സെയിലിൻ്റെ 10% ഇവിടെ നിന്നാണ്. ആളുകൾ ഇതേപോട്ട് വരും, വാങ്ങും. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെ. പിന്നെ പുറത്തേക്ക് പോകുന്നു. പിന്നെ പോകുന്നത് മലബാറാണ് വേറൊരു മെയിൻ സെയിൽസ് നടക്കുന്ന മേഖല. പിന്നെ കേരളം ഒട്ടാകെ ഞങ്ങൾക്ക് 53 റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 53 പേരും മാസത്തിൽ ഒരു വട്ടോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലും ഒക്കെ 10 കിലോ മുതൽ 100 കിലോ വരെ വാങ്ങിക്കൊണ്ടേയിരിക്കും. അതൊരു അരിയായിട്ടുള്ള കോമ്പറ്റീഷൻ അതിനെ പിടിച്ച് ജൈവമല്ലാത്ത അരികളുമായിട്ട് കോമ്പറ്റീഷൻ ഒന്നും വരില്ല. കോമ്പറ്റീഷൻ വരാതെ ആളുകൾ ഇപ്പം നല്ലത് കഴിക്കണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് ഏത് വിഭാഗക്കാരാണെങ്കിൽ ഇന്ന വിഭാഗക്കാരൊന്നുമില്ല. ഈ പൊതുവെയുള്ളൊരു ധാരണയുണ്ട്, മിഡിൽ ക്ലാസ്സും മിഡിൽ ക്ലാസ് പോലുമല്ല, അപ്പർ മിഡിൽ ക്ലാസ്സും ധനികരുമാണ് ജൈവം കഴിക്കുന്നത്. അതൊക്കെ തെറ്റായ ധാരണ. അത് ഞാൻ പറയും 10% സെയിൽ ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്നത്.
ഇവിടെ നടക്കുന്ന 10% സെയിൽ ആരെ വാങ്ങുന്നതെന്നുള്ളത്. ഞങ്ങളിവിടെ പാടത്ത് പണിക്ക് വരുന്നവർ അവരിവിടെ വന്ന് വാങ്ങിപ്പോകും. അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഗിഫ്റ്റ് പോകുന്നു ഇവിടെ. അപ്പം ഈ നല്ലത് കഴിക്കണമെന്നുള്ളതിന് പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി ഈ പാടത്തും പറമ്പത്തൊക്കെ പണിയെടുക്കുന്നവർക്കാണ് നല്ല എന്താണെന്ന് അറിയാവുന്നത്. അപ്പോൾ അത് ഞങ്ങളിവിടെ ഒരു ചേച്ചി കഴിഞ്ഞാണ് കള എടുക്കാൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞു കുത്തിരി ഇത് വേണം, എന്താ മുഴുവൻ തവിടുള്ള തൊണ്ടിയുടെ പച്ചരി വേണമെന്നുള്ളത്. അപ്പം ഞാൻ സാറിന് ഈ മുഴുവൻ തവിട് തൊണ്ടി പച്ചരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് റൈസ് ബ്രൗൺ റൈസ് എന്നൊക്കെ പറഞ്ഞ് ഒരു അർബൻ ഇതിൻ്റെ പുറത്ത് പോകുന്ന ഞാൻ ഇത് ചേച്ചി ഇത് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. കളയെടുക്കുന്ന സമയത്ത് ഈ കണ്ടത്തിൽ നിറയെ ഇതുണ്ട്, അത് ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ അതൊരു മേജർ ന്യൂട്രീഷണൽ സോഴ്സും ആണ്, ഒരു ഡെലിക്കസിയാണ്. അത് ട്രൈബ്സിനെ കൂടുതൽ അറിയാവുന്നത്. ഒരു കണ്ടത്തിൽ നിന്ന് തന്നെ 17 ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ഇലകൾ പറിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അന്ന് അവർ ആ കളയെടുത്തതിൻ്റെ കൂട്ടത്തിൽ പറിച്ച ഇലയുടെ കൂടെ കഴിക്കാനായിട്ട് രാത്രി കഞ്ഞിക്ക് കഴിക്കാനായിട്ട് അരി വേണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ്സും താല്പര്യം ഇവരെല്ലാവരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മളെപ്പോലുള്ള ബദൽ സിസ്റ്റങ്ങളെ പറ്റി പഠിക്കുന്നവരാണ്, കേൾക്കാൻ വന്നവരാണ്. ഞങ്ങളുടെ സെയിൽസൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ്. അത് ഈ BSc കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വേറെ ഒരാളോട് ഉണ്ടായിരുന്നു, അയാൾ ഇപ്പോൾ പോളണ്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പോൾ പുള്ളിയായിരുന്നു സെയിൽസിൻ്റെ മെയിനും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ 125 ദിവസമാണ് നേരത്തെ പറഞ്ഞ വെറൈറ്റിയുടെ കാലം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ക്രോപ്പാണ് ചെയ്യുന്ന ഒരു വർഷം, അത് ഒറ്റ പാഡി ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി സമയം എന്തിലായിരിക്കും ഫാമേഴ്സ് എൻഗേജ്ഡ് ആയിട്ടുള്ളത്? പണ്ട് കാലത്ത് 2 സീസൺ പാഡി ചെയ്യുമായിരുന്നു. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃഷി എടുക്കാനുള്ള പൊതുവെയുള്ള താല്പര്യക്കുറവൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് സീസൺ ഫാലോ ഇടുകയാണ് മിക്കവരും ചെയ്യുക. പിന്നെ കുറച്ച് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ പയറോ പച്ചക്കറിയോ ഒക്കെ ആളുകൾ കൃഷി ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ തോടിൻ്റെ കരയിൽ എല്ലാ വീട്ടുകാരും ഒരു 5 സെൻറ്റ്, ഇപ്പം സ്വന്തം സ്ഥലം അല്ലെങ്കിൽ കൂടെ അപ്പുറത്തുള്ള ആളെടുത്ത് ഒരു 5 സെൻറ്റ് വാങ്ങും. അതിലെന്നിട്ട് പച്ചക്കറി കൃഷി ചെയ്യും. പച്ചക്കറി കൃഷി ചെയ്യുന്ന വീട്ടിലെ സ്ത്രീകളാണ്. ആലോചിക്കുമ്പോൾ വളരെ റൊമാൻറ്റിക്കായി തോന്നുമെങ്കിലും പൊളിറ്റിക്കലി ഇൻകറക്റ്റും ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അവർ പണ്ട് തോട്ടിൽ കുളിക്കാൻ പോകുമ്പോഴും നനയ്ക്കാൻ പോകുമ്പോഴും അവരുടെ ആക്സസ് ഉള്ളൊരു പ്രദേശം, ചെറിയൊരു പ്രദേശം, അവിടെ അവർ നല്ല വൈവിധ്യമുള്ള പച്ചക്കറി കൃഷി ഇന്നും അങ്ങനെ ചെയ്യുന്ന കുറച്ച് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം പക്ഷേ വീട്ടിൽ വെള്ളം വന്നു കഴിയും, സ്വന്തമായിട്ട് ബാത്റൂം ഇതൊക്കെ വന്നു കഴിയും ചെയ്തപ്പോൾ അങ്ങനെ തോട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലാണ്ടായി. മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു നീഡ് ഇല്ലാണ്ടായി. പക്ഷേ ആ ട്രഡീഷൻ നിലനിൽക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോഴും അങ്ങനെ ആ തോടിൻ്റെ കരയിൽ ഒരു 5 സെൻറ്റിൽ ഇല്ലാത്ത പച്ചക്കറി ഒന്നുമില്ല, അത്രയ്ക്ക് വൈവിധ്യമുള്ളതുണ്ട്. എന്നും എന്തെങ്കിലും പറിക്കാനുണ്ടാവും. വെള്ളരി നാടകം കേട്ടിട്ടുണ്ടാവും? എങ്ങനെ വന്നറിയും? അതിങ്ങനെയുള്ള ആളുകൾ ഈ വെള്ളരി കേട്ടിട്ടില്ല. അപ്പം വെള്ളരി നാടകം എന്ന് പറയുന്നത് വളരെ ഇംപ്രോംപ്റ്റു ആയിട്ട് തയ്യാറാക്കുന്ന ആളുകൾ അപ്പം തന്നെ നമ്മൾ ഇന്ന് ഫ്ലാഷ് മോബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ തട്ടിക്കൂട്ടുന്ന കഥകൾ. അപ്പോൾ അതിൽ അവരവരുടെ നർമ്മവും ഇതുമൊക്കെ ചേർക്കും, നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർ സ്വയം ചെയ്യുന്നൊരു നാടകം, തിയേറ്ററാണ് വെള്ളരി നാടകം. അത് കണ്ണൂർ, വയനാട് പ്രദേശത്ത് വളരെ പ്രിവലൻ്റ് ആയിരുന്ന ഒരിതായിരുന്നു. വെള്ളരി നാടകം എന്ന് പറയുന്നത് ഈ വെള്ളരിക്ക കൃഷി ഒരു പ്രധാന കൃഷിയാണ്. നെല്ല് കഴിഞ്ഞാൽ വെള്ളരി കൃഷി ചെയ്യും. വിഷുവിന് കണിവെള്ളരി കിട്ടുന്ന അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞാൽ കൃഷി ചെയ്താലേ മകരത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളരി ഇട്ട് മേടത്തിൽ വെള്ളരി പറിക്കാൻ പറ്റും. ഈ വെള്ളരിയുടെ വേറെ കഴിഞ്ഞാൽ കുറുക്കം വരും, കുറുക്കം വെള്ളരി വരും. അപ്പോൾ ഈ രാത്രി കാവല് കിടക്കണം. ഈ കാവലെടുക്കാനായിട്ട് ആണുങ്ങളെല്ലാം കൂടുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട. അന്ന് മൊബൈലില്ലല്ലോ. അപ്പം അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു വെള്ളരി നാടകങ്ങൾ, പാട്ടും നാടകവും ഇതുമൊക്കെ വരുന്നത്. വെള്ളരിക്ക കാവൽ നിൽക്കുമ്പോഴുള്ള അതെ, അപ്പോൾ അതാണ് വെള്ളരി നാടകം. പക്ഷെ ഇന്ന് വെള്ളരിക്ക കർണാടകത്തിൽ നിന്ന് വരും. അപ്പൊ നാടകങ്ങളൊക്കെ നമുക്ക് വേറെ നാടകം മാത്രമേ വെള്ളരിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കൾച്ചറൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളാണ് കൃഷിയിടം. വെറും കർഷകൻ പണിയെടുക്കുന്ന സ്ഥലമല്ല.
ഇപ്പം അതിനൊക്കെ എന്ത് റിലവൻസ് ഉണ്ടെന്ന് അറിയില്ല. ഈ FPO-ല് ഇപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ട്? FPO ഷെയർ ഹോൾഡേഴ്സ് 59 പേര്. ഈ ഷെയർ ഹോൾഡേഴ്സ് ആരെല്ലാരും ഫാമേഴ്സ് ആണോ? ഫാമേഴ്സാണ്. പക്ഷെ എല്ലാവരും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിൽ കുറച്ച് പേര് ഇവിടെ ഇല്ല. അവർ പക്ഷേ അവർക്ക് കൃഷിയിടങ്ങളുണ്ട്, അവരിവിടെ കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ചില ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് അവരിവിടെ നിർത്തണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം അവർ ഇതിൻ്റെ ബിസിനസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നതിലും ഇതിൻ്റെ പോളിസി ഡയറക്ഷൻസ് തരുന്നതിലുമൊക്കെ സഹായിക്കാറുണ്ട്. അത് ഞങ്ങൾ ആദ്യം ചെയ്തപ്പോഴത്തേക്കും അത് നബാർഡിന് ഭയങ്കര ദഹന കുറവുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. ഈ നമ്മുടെ പോളിസീസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അച്ചിലുണ്ടാക്കിയ സാധനമാണ്. എല്ലായിടത്തും ഇദ്ദേഹം അതേ ഒരേ കൂട്ട് തന്നെ ഇരിക്കണമെന്നും ഒക്കെയുള്ള തെറ്റിദ്ധാരണകളിലാണ് നമ്മൾ ഈ നിയമങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം കർഷകന് വേണ്ടി ഉണ്ടാകുന്നത്, കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടുമൊക്കെ എടുത്ത് പാവപ്പെട്ടവനായിട്ട് ചുറ്റി കിടക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം. അദ്ദേഹത്തിന് വെച്ച് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, കൃഷി ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം പാവപ്പെട്ടവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കണം. അപ്പോൾ കുറേ പാവപ്പെട്ടവർ ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ ഇവർ കുറേ അറിവും നബാർഡും മറ്റ് കൃഷി ഇവരൊക്കെ കൂടി ചേർന്ന് കുറേ അറിവ് തരും. അവർ നമ്മളെ മാർക്കറ്റ് പഠിപ്പിക്കും, എന്നിട്ട് നമ്മളെ അങ്ങ് ഒത്തിരിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു പോളിസി. ഇതൊന്നും പുറത്തു പോകില്ലല്ലോ. എനിക്ക് വൈഗ എന്ന് പറഞ്ഞൊരു ഇതില്ലേ, ഫെസ്റ്റിവലില്ലേ, വൈഗ എന്ന് പറഞ്ഞ കൃഷി വകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ മെഗാ ഫെസ്റ്റിവലാണ് വൈഗ. വാല്യൂ അഡീഷനിൽ സംതിങ് ഇൻ അഗ്രികൾച്ചർ എന്നുള്ളതാണ് വൈഗ. പഴയ മന്ത്രി സുനിൽകുമാർ കൊണ്ടുവന്നൊരിതാണ്. അപ്പോൾ തൃശ്ശൂർ ഭയങ്കര ഒരു മേളയായിരുന്നു, തേക്കുംകാട് മൈതാനത്ത് നടത്തുന്ന ഭയങ്കര മേളയായിരുന്നു. അതെ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ വൈഗയിൽ ഒരിക്കൽ സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അവൻ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസിൻ്റെ ജനറൽ മാനേജറോട് ഇരിപ്പുണ്ട്. ഇതൊന്നും നമ്മളറിയുന്നല്ലോ. ഞാൻ ഈ കഥ പറയുന്നത് അതൊക്കെ കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു തിരിച്ചു വിടെത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ ജില്ലാ മാനേജർ വിളിച്ചത് നിങ്ങൾക്ക് നല്ല അഹങ്കാരമുണ്ട് അറിവ് കിട്ടിയത്. എത്തിയുടെ ജന്മനാളുള്ളതാണ്. അപ്പോൾ ഈ കർഷകരെ ഇങ്ങനെ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവർ പറയും ഇതിൽ കർഷകർ മാത്രം മതി എന്ന് പറയും. അപ്പോൾ കർഷകർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡെഫിനിഷന് കർഷകർ. അപ്പം ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താണ് FPOയുടെ അല്ലെങ്കിൽ കളക്ടിവൈസേഷനിലെ ലക്ഷ്യം. കളക്ടിവൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽസ്, ഒരു കമ്പനി നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ക്യാപിറ്റൽ ഒരുമിച്ച് കൊണ്ടുവരിക, എന്നിട്ട് പ്രൊഡ്യൂസ് ഒരുമിച്ച് കൊണ്ടുവരിക. ഈ ക്യാപിറ്റലും പ്രൊഡ്യൂസും ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. പാവപ്പെട്ട കർഷകൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല, ക്യാപിറ്റൽ തരാനായിട്ട് തയ്യാറുമല്ല. എല്ലാവർക്കും ഉപദേശമുണ്ട്, ആരും പൈസ ഇല്ല. അപ്പോൾ അത് നബാർഡാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ബാങ്കാണെങ്കിലും എല്ലാവരും ഉപദേശം മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ഉപദേശം നമ്മൾ നന്നാക്കി തരാമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അവിടെയാണ് കുഴപ്പം. അതുമല്ല ഇതിലുള്ള ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ കൂടുതലങ്ങ് ഉപദേശിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ നിങ്ങളൊരു വർഷം ഒരു സബാറ്റിക്കൽ എടുത്ത് ശമ്പളമൊന്നും ഇല്ലാണ്ട് ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ച് എന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു എന്താണെന്ന്. ഇതൊന്നും അറിയാതെ മാസാമാസം ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അവരുടെ ജീവിതകാലം മൊത്തം പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് ഇഷ്ടം പോലെ ആശയം കിട്ടും. ആ ആശയം ഒന്നും നടക്കണമെന്നില്ല. പൊതുവെ എല്ലാവരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ ഇതൊരു സത്യാവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അപ്പുറവും ഇപ്പുറവും നമ്മൾ വ്യത്യാസമാണ്. ഇവിടെ സൊസൈറ്റി ആക്ട് അനുസരിച്ചല്ലേ കമ്പനി. അപ്പോൾ ഈ നബാർഡിൽ നിങ്ങളോട് ആര് ചേർക്കാന്നുള്ളതിൻ്റെ റോളുണ്ടോ നബാർഡിന്? നബാർഡുമായിട്ടുള്ളൊരു ബന്ധം വരുന്നതിന് കാരണം നബാർഡ് ഇനിഷ്യലി ഇപ്പോഴും ഉണ്ട്, FPOസിന് ഒരു ഹാൻഡ് ഹോൾഡിങ് ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് 5 ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾ ആകുന്ന സമയത്ത്. പക്ഷേ 5 ലക്ഷം രൂപയിലെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹായിച്ചു, ഇല്ലയെന്ന് ഞാൻ പറയുന്നു. ഞാൻ ആദ്യകാലത്ത് CEO സാലറി വന്നതും 10,000 രൂപയായിരുന്നു. പക്ഷെ അത് വന്നതും പിന്നെ ചെറിയ കുറേ കാര്യങ്ങൾക്ക് ചെറിയ ചിലവുകൾക്കൊക്കെ വഹിക്കാൻ പറ്റിയത് അതുകൊണ്ടായിരുന്നു. കുറേ ട്രെയിനിങ്സ് ഒക്കെ നടന്നു. പക്ഷേ
ഇതിൽ പ്രൊഡ്യൂസ് സോഴ്സ് ചെയ്യാൻ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? പ്രൊഡ്യൂസ് സോഴ്സ് ചെയ്യാൻ വിൽക്കുക എന്നുള്ളതാണ്. അതിനുള്ള റിവോൾവിംഗ് ഫണ്ട് 50,000 രൂപയാണ്. ഞങ്ങൾക്ക് 50 ലക്ഷം റിക്വയർമെൻറ്റ്. അപ്പോൾ അവിടെയാണ് 50,000 രൂപ ഇതിന് റിവോൾവിംഗ് ഫണ്ട് ചെയ്തത്. എന്നിട്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് പിന്നെ പറയും ബാങ്ക്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. ഞങ്ങൾ കരുതുന്ന നബാർഡ് എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ ബാങ്ക് നിങ്ങൾ അടുപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ ബാങ്കിലിരിക്കുന്ന മാനേജറുടെ എന്താ ചലഞ്ച്? NPS കുറയ്ക്കുക എന്നുള്ളത്. അപ്പം ഈ പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണ എന്താണ്? NPA എന്ന് പറയുന്നത് കർഷകർ ലോൺ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണെന്ന്. ഇവിടെ വിജയമല്ലയും അങ്ങ് കൊമ്പത്തിരിക്കുന്ന ചേട്ടന്മാരും ഒക്കെ വാങ്ങിപ്പോയ NPSനെ പറ്റിയൊന്നും ഇവിടെ ആരും ഒരു ചർച്ചയും നടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാനേജർമാർക്ക് കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂറൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പറ്റിച്ചുകൊണ്ട് പോകുന്ന സംഘങ്ങളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ. അപ്പോൾ അതുകൊണ്ട് ആരും ലോൺ തരില്ല. പിന്നെ പറയും അപ്പോൾ ലോൺ പെട്ടെന്ന് തരില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI പറഞ്ഞു പോയില്ലേ ലോൺ കൊടുക്കണം, ഇത് പ്രയോറിറ്റി സെക്ടറാണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? അവരൊരു നീണ്ട ഫോർമാറ്റ് അങ്ങ് തരും. അതിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളൊരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകാം, എന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറയും. ഇതെല്ലാം നോക്കിയിട്ട് അവസാനം പറയും നിങ്ങളുടെ ഈ ക്രെഡിറ്റ് റിലയബിലിറ്റി അല്ലെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾക്ക് ഒരല്പം കുറവുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റില്ല. അത് കഴിഞ്ഞോണ് അങ്ങനെ ഞങ്ങൾ ഇത്രയൊക്കെ ആയൊരു സ്ഥാപനം, ഞങ്ങളുടെ റെഗുലർ ബാങ്ക് പുതിയ മാനേജർ വന്നിട്ട് ഒത്തിരി ചുറ്റിച്ചതിന് ശേഷം ഈ കഥ പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ഈ വണ്ടി എടുക്കണം, പുറത്തൊരു വണ്ടി ഇരിക്കുന്നത്, അത് ഞങ്ങളുടെ മൊബൈൽ റൂറൽ മാർട്ടാണ്. നബാർഡിൻ്റെ ഒരു സപ്പോർട്ട് അതിന് കിട്ടിയിട്ടുണ്ട്. 13 ലക്ഷം രൂപയാണ്. അതിൽ 6 ലക്ഷം രൂപ നബാർഡ് വന്നു, 6 ലക്ഷം രൂപ ഞങ്ങൾ കിട്ടും. അപ്പോൾ അതിൽ ആ 6 ലക്ഷം രൂപ ലോൺ ചോദിക്കാനായിട്ടാണ് ബാങ്കിൽ പോകുന്നത്. എന്താണ് സെക്യൂരിറ്റി? വെഹിക്കിളാണ് സെക്യൂരിറ്റി. ക്രെഡിറ്റ് ഗ്യാരണ്ടർ ആരാണ്? കേന്ദ്ര സർക്കാരാണ്. എന്നിട്ട് ബാങ്ക് മാനേജർ പറയുകയാണ് നിങ്ങളുടെ എല്ലാ ഡയറക്ടർമാരും കൂടെ ഒരുമിച്ച് വരണം, എല്ലാവരുടെയും സിവിൽ സ്കോർ ഞങ്ങൾ നോക്കും, എന്നിട്ട് അതെല്ലാം നോക്കിയതിന് ശേഷം ആണ് എന്നിട്ട് ഒപ്പിട്ട് തന്നാൽ ഇത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡയറക്ടർമാരെല്ലാം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇൻഡിവിജ്വൽ കടങ്ങൾ ലോൺ എടുത്താൽ മതി, ബാങ്കിൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 ലക്ഷം രൂപ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ റവന്യൂസിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. 2 ലക്ഷം രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. 2 ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും ഞങ്ങളുടെ അടുത്ത് കഥ പറഞ്ഞു ആൾക്കാർ. എന്നിട്ട് ഈ കഥ പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം ഞങ്ങളെ കുറേ ഓടിച്ചു. 31-ാം തീയതിക്കുള്ളിൽ നബാർഡ് ഈ പൈസ ഇട്ടാലേ നബാർഡ് ഈ വണ്ടിക്കുള്ള അവരുടെ 50% എടുത്തുള്ളൂ. ഈ നബാർഡ് ഇത് പറയുന്നത് 20-ാം തീയതിയാണ്, മാർച്ച് 20-ന് പറഞ്ഞ് മാർച്ച് 31-നുള്ളിൽ നിങ്ങൾ ഈ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് പകുതി പൈസ തരാമെന്നുള്ളത്. ഓടി ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കും ബാങ്കുകാരൻ കുറേ ഇത് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാഴ്ച എടുത്ത് ഇതെല്ലാം ചെയ്ത് തിരിച്ചു തരാം. അപ്പോഴാണ് പുള്ളി പറയുന്നത് എല്ലാ ഡയറക്ടർമാരും ഒരുമിച്ച് വരണം. അപ്പോൾ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡയറക്ടർമാരെല്ലാവരും ഇവിടെ ഇല്ല. അപ്പം ഞാൻ അത് പുള്ളിക്ക് അറിയുകയും ചെയ്യും എല്ലാവരും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം. അപ്പം ബാംഗ്ലൂരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട് 2-3 പേര്. അപ്പോൾ അവരെല്ലാവരും കൂടെ പെട്ടെന്ന് ദിവസം ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, പ്രാക്ടിക്കൽ അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഫോണിൽ വിളിച്ച് സംസാരിക്കുക അതെല്ലാം ചെയ്യണം, അതൊന്നും പറ്റില്ല. ഇവിടെ നേരിട്ട് വന്ന് രജിസ്റ്ററിൽ ഒപ്പിടണമെന്ന്. പിന്നെ ലോൺ വേണ്ട നമ്മളെടുത്തോളാം. ഞങ്ങൾ ഇത് ചെയ്തു. പക്ഷേ ഇത് എല്ലാവർക്കും നടക്കണം എന്നില്ല. അപ്പം ഇവിടുത്തെ ഈ ഒരു FPOയുടെ ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പാവപ്പെട്ട കർഷകർ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ദാരിദ്ര്യം കൂടും, ക്യാപിറ്റലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള കർഷകരും ഇതിൽ വേണം, എന്നാലേ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം വരുത്തുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ അത്രയ്ക്ക് ഞങ്ങളെ അങ്ങ് ദത്തെടുത്തങ്ങ് വളർത്തിയെടുക്കണം. അതിൽ ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് പേര് വെച്ചു. ഇതിൽ വേറെയും രസമുണ്ട്. FPOസിൻ്റെ വേറൊരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് നമുക്ക് വേറൊരു ലോണും എടുക്കാൻ പറ്റില്ല. ഡയറക്ടേഴ്സിന് മാത്രമേ ലോൺ തരാനായിട്ട് FPOയ്ക്ക് ലോൺ തരാൻ പറ്റത്തുള്ളൂ. ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിന് തരാം, പക്ഷേ നമ്മുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിനകത്ത് ആയിരിക്കണം ആ ലോൺ. ഞങ്ങളുടെ 9.32 lakhs ആണ് ഞങ്ങളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ആ ക്യാപിറ്റലിനകത്ത് നിൽക്കുന്ന ലോൺസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ 50 ലക്ഷം രൂപയുടെ പ്രൊക്യൂർമെൻറ്റ് എടുക്കണമെങ്കിൽ നടക്കുമോ? പിന്നെ ഡയറക്ടേഴ്സിനും, പക്ഷേ ഡയറക്ടേഴ്സിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ തരാനായിട്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വേറൊരു സംവിധാനം കൂടെ നോക്കിയത്. ഈ
എന്താ പറയുക ഇന്നോവേഷൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഈ സ്ട്രെച്ചിങ് ദ ലിമിറ്റ്സ് ഉണ്ടല്ലോ, നിയമത്തിൻ്റെ ലിമിറ്റുകളെ നമ്മൾ തള്ളുമല്ലോ പലയിടത്തും. അതെല്ലാം നടക്കുന്നത് നമുക്കൊരു അങ്ങനെ ഒരു ഫെൽറ്റ് നീഡ് വരുമ്പോൾ അതിന് ഫെൽറ്റ് നീഡ് വരാനുള്ളൊരു പ്രധാന കാരണം വീണ്ടും തിരിച്ച് പ്രൊക്യൂർമെൻറ്റിലോട്ട് പോവുക. പ്രൈസ് ഡിസൈഡ് ചെയ്തിട്ട് കാര്യമില്ല. രാജ്യത്ത് 24 ക്രോപ്പിന് സർക്കാർ ഖരീഫിൽ പ്രൈസ് ഡിസൈഡ് ചെയ്ത് MSP ഡിസൈഡ് ചെയ്യുന്നുണ്ട്. 24 വിള, എല്ലാ മേജർ വിളകൾക്കും വിലയുണ്ട്, സർക്കാർ നിശ്ചയിച്ച വിലയുണ്ട്. പക്ഷെ മാർക്കറ്റ് അതിനാണ് എടുക്കുന്നത്. അതിൻ്റെ പകുതിക്ക് വരെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതല്ല എന്താ പറയുക, ലീഗലി ബൈൻഡിങ് അല്ല പ്രൈസ്. ഈവൻ ലീഗലി ബൈൻഡിങ് ആണെങ്കിൽ പോലും പ്രൊക്യൂർമെൻറ്റ് നടന്നില്ല എന്ത് ചെയ്യും? അപ്പോൾ ഫുൾ പ്രൊക്യൂർമെൻറ്റ് നടക്കണം, ടൈംലി പ്രൊക്യൂർമെൻറ്റ് നടക്കണം, ടൈംലി പേയ്മെൻറ്റ് നടക്കണം. ഈ വ്യത്യാസമാണ് ഞങ്ങളുടെ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റത്തിൽ ഞങ്ങൾ വരുത്താൻ നോക്കിയത്. അപ്പോൾ വില മുൻകൂട്ടി നിശ്ചയിക്കുന്നു, അത് കർഷകൻ്റെ ചിലവ് കഴിഞ്ഞതിന് ശേഷം ലാഭം ഉറപ്പാക്കുന്നൊരു വിലയാക്കുന്നു. 2, എവിടെയാണോ കർഷകൻ പറയുന്നത് അവിടെ പോയി എടുക്കുന്നു, അതിൻ്റെ ചിലവുകളെല്ലാം കൊടുക്കുന്നു. ഇത് എടുക്കുന്ന അന്ന് പൈസ കർഷകൻ കൊടുക്കുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ വളരുന്നതിനുള്ള, നേരത്തെ വളർച്ചയുടെ കാര്യം ചോദിച്ചാൽ വളരുന്നതിനുള്ള ഏറ്റവും വലിയൊരു ചലഞ്ചും. അൺലിമിറ്റഡ് ആയിട്ട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരണമെങ്കിൽ സാധാരണ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് വരുന്നു, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റേഴ്സ് വരുന്നു, ഇക്വിറ്റി എടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിലത് പറ്റില്ല, നിയമപരമായിട്ട് പറ്റില്ല. കർഷകർക്ക് മാത്രമേ ഇതിൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് ഇവിടെ ഭൂമിയുള്ള കർഷകർ മാത്രമേ ഷെയർ ഹോൾഡറായിട്ട് നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു വഴിയുള്ളത് ബാങ്കുകളിൽ സാറിന് ചെയ്യുന്ന ഓഡി സിസ്റ്റം അറിയില്ലേ, നമുക്കൊരു FD ഉണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് നമുക്കൊരു ഓഡി എടുക്കാം. പക്ഷേ കമ്പനിയുടെ FD ഇല്ല, പൈസ ഇല്ല FD ഇടാനായിട്ട്. അപ്പോൾ വെൽവിഷേഴ്സായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അവർ ഒരു തേർഡ് പാർട്ടി ഓഡി എടുക്കാനായിട്ട് അവരുടെ FDയിൽ നിങ്ങളെ സമ്മതിക്കുമോ? അങ്ങനെയാണെങ്കിൽ സാധ്യമാണെന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ വന്നു. ഈ ആശയമാണല്ലോ ആളുകൾ ഒരുമിപ്പിക്കുന്നത്. ഇത് നടക്കേണ്ട ആശയമാണെന്നുള്ള തോന്നലിന് പുറത്ത് അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ ഒരുമിച്ച് അവരുടെ പലയിടങ്ങളിൽ കിടന്ന FDകൾ ബ്രേക്ക് ചെയ്ത് ഞങ്ങളുടെ ബാങ്കിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഞങ്ങൾ ആ FDക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് ഓടിയെടുത്ത്. അപ്പോൾ ഇത് ബാങ്കിനും ഗുണകരം, FD ഇടുന്ന ആൾക്കും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫണ്ട്സ് ആക്സസ് ചെയ്യാനുള്ളൊരു വഴിയുമായി. അതാണ് ഇന്ന് ഈ FPOയുടെ ക്യാപിറ്റൽ ആയിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ അതിനും ലിമിറ്റേഷനുണ്ട്. ഇപ്പം 55 ലക്ഷം രൂപയാണ് FD ഇട്ടിരിക്കുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 45 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ തന്നിട്ടുണ്ട്. 90% വരെ തരാമെന്നുണ്ട്, പക്ഷേ അവർ 80 തന്നിട്ടുണ്ട്. ബാങ്കിന് നല്ല സുഖമാണ്. ഞാൻ ബാങ്ക് മാനേജർ ആ സീറ്റിൽ നിന്ന് അനങ്ങാണ്ടാണ് 55 ലക്ഷം രൂപയുടെ FD ബാങ്കിൽ എത്തിയത്. പക്ഷേ ബാങ്ക് ഞങ്ങൾക്ക് ഓടി തരുന്നത് 2%. FD റേറ്റ് എത്രയാണോ അതിൽ നിന്ന് 2% കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്. കഴിഞ്ഞാൽ ഇപ്പം 5% FD കിട്ടുന്നെങ്കിൽ ഞങ്ങൾ 7% ബാങ്കിന് കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്ന് 5 എടുത്ത് ഈ FD കാരന് എടുത്താൽ മതി. ചുമ്മാ സീറ്റിരിക്കുന്ന മാനേജർ കാരണം ബാങ്കിന് 2% ലാഭം വന്നില്ലേ. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നല്ല അഹങ്കാരമാണ്. ഓരോ തവണയിട്ട് ഓടിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല. പലപ്പോഴും ആ ഒരു ബാങ്കിങ് സിസ്റ്റം മാറിയാൽ തന്നെ കൃഷി നമ്മുടെ എന്റർപ്രൈസസ് ഈ നാട്ടിൽ നന്നാവും തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു സംഗതി, ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ദേവേന്ദ്ര ശർമ്മ എഴുതിയൊരു ആർട്ടിക്കിൾ വായിച്ചതായിരുന്നു. അതായത് ഈ ബാങ്കിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് ഇപ്പോൾ കർഷകന് ലോൺ കൊടുത്താൽ, അല്ലെങ്കിൽ കർഷകൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് പൈസ ആയിട്ട് തന്നെ തിരിച്ചടയ്ക്കാതെ ഗ്രെയിൻസ് ആയിട്ട് അടയ്ക്കാനുള്ള സാധ്യതകൾ അതൊരു പ്രതിഷേധ ഇതായിട്ട് ചെയ്തിട്ടുണ്ട് കർഷകർ. എവിടെയോ ബാങ്കിന് തിരിച്ച് ഗോതമ്പ് നെല്ലുമൊക്കെ കൊണ്ടുപോകും. ഇത് നിങ്ങൾ വിറ്റതാ. പ്രശ്നം എന്താണ്? സർക്കാരല്ലേ പ്രശ്നം. സർക്കാർ ശരിയായ വില കൊടുത്ത് സാധനം എടുക്കാത്തത് കൊണ്ടാണല്ലോ കർഷകൻ നഷ്ടത്തിലായത്. കർഷകൻ ഉൽപ്പാദിപ്പിച്ചു, ബാങ്ക് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റർ പൈസ തന്നു, സർക്കാർ പറഞ്ഞിട്ട് പൈസ തന്നു, കർഷകൻ ഉൽപ്പാദിപ്പിച്ചു. ഇതിന് ശരിയായ വില കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബാങ്ക് ഇത് തന്നെ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതും ഉണ്ടായി, പ്രതിഷേധം ഉണ്ടായി. ദേവേന്ദ്രജി അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് എഴുതുന്നത്. അത്തരം ഫിനാൻഷ്യൽ സ്കീമുകൾ ഇപ്പോൾ ബാങ്കായിട്ടെന്നല്ല, പക്ഷെ നമുക്ക് പല ഫിനാൻഷ്യൽ മോഡലുകളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കർഷകർക്ക് വേണ്ടി തന്നെ അത്തരം ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ എന്താ? നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ സഹകരണ ബാങ്ക് അല്ല, അതിന് പറയുന്ന പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ പാക്സ്,
അപ്പോൾ ഈ പാക്ക് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെയൊക്കെയാണ്. കർഷകന് ലോൺ കൊടുക്കുന്നു, അതേസമയം കർഷകൻ്റെ നിന്ന് സംഭരണം. പണ്ട് കാലത്ത് ഈ പ്രൈമറി കോപ്പറേറ്റീവ് സഹകരണ ബാങ്കുകളൊക്കെ നെല്ല് സംഭരിക്കുമായിരുന്നു, മറ്റു പലതും, നാളികേരം. ഇപ്പോഴും ചില ബാങ്കുകളൊക്കെ നാളികേരം സംഭരിക്കുന്നുണ്ട്, കശുവണ്ടി സംഭരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഫുൾ സിസ്റ്റവും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബാങ്കിങ്, ഇങ്ങനെയുള്ളൊരു ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ എന്താ പറയുക, പറ്റ പരാജയമായി. പല കാരണങ്ങളും രാഷ്ട്രീയം അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനിയൊരു പുതിയ രീതി വരണം, എന്നാലേ ചിലപ്പോൾ അതൊക്കെ സാധ്യമാകും. പക്ഷേ വാല്യൂ ആഡഡ് ആയിട്ട് ഈ അരി പിടിക്കുന്നു, പിന്നെ അവലുണ്ടാക്കുന്നു. അവലുണ്ട്, അരിയുണ്ട്. ഞങ്ങളുടെ അരികളിൽ 10 തരം നെല്ലുകളാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ വയനാട് തൊണ്ടിയാണ് ഏറ്റവും പോപ്പുലർ. ഗന്ധശാലയും മുള്ളം കൈമയും അതുപോലെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. മുള്ളം കൈമ ഇവിടുത്തെ ഒരു പ്രത്യേക രസമുള്ള അരിയാണ്. നമ്മൾ പലരും ഗന്ധശാലയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ, ജീരശാലയും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ബിരിയാണി അരിയായിട്ടാണ് അറിഞ്ഞിട്ടുണ്ടാവുക. ബർദ്വാൻ കൈമയെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. അപ്പം ഇന്ന് കേരളത്തിലെ ബിരിയാണി ഫുള്ള് നടക്കുന്നത് ബംഗാളിൽ നിന്നുള്ള ഈ അരിയുടെ പുറത്താണ്. പണ്ട് കാലത്ത് അതേ അരി ഇവിടെ വയനാട്ടിൽ കൊണ്ടുവന്നിട്ട് റീപാക്ക് ചെയ്ത് വയനാടൻ കൈമ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സാധനം എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്നുള്ള സുഗന്ധ അരികളാണ്. കേരളത്തിൽ സുഗന്ധ അരി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏക പ്രദേശമായിരുന്നു വയനാട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇവിടുത്തെ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ തണുപ്പ്, രാത്രി സെൽഷ്യസ് 20 ഡിഗ്രിക്ക് താഴെ ആകുമ്പോഴത്തേക്കും അരോമാസ് ഫോം ചെയ്യാൻ, നെല്ലിൽ അരോമാസ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം. അതുകൊണ്ട് തന്നെ സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നു. ഇപ്പം ബാസ്മതി എടുത്താൽ തെരായ് റീജിയൻ, ഹിമാലയത്തിൻ്റെ ഫുഡ് ഹിൽസ്, അവിടത്തെയാണ് ഏറ്റവും നല്ല ബാസ്മതി. ആ തണുപ്പിൻ്റെയും മണ്ണിൻ്റെയും കാലാവസ്ഥയിലൊക്കെയാണ്. ആ അരിയായിരുന്നു ഏറ്റവും പോപ്പുലറായിട്ട് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ ബംഗാളിൽ നിന്നുള്ള വില കുറഞ്ഞ ഗോവിന്ദ് ഭോഗ് എന്ന് പറഞ്ഞൊരു അരിയുണ്ട്. കാഴ്ചയ്ക്ക് മണമുള്ളതാണ്, അതിന് കുറ്റമൊന്നും പറയാൻ ഒക്കില്ല. ഒരളവിന് മണമുള്ളൊരു വെറൈറ്റിയാണ് ഗോവിന്ദ് ഭോഗ്. പക്ഷേ ആ ഗോവിന്ദ് ഭോഗ് ഇന്ന് ഗന്ധശാലയുടെ അന്തകനായി. ഗോവിന്ദ് ഭോഗ് അവിടെ 60 രൂപയ്ക്ക് കിട്ടും, കർഷകന് 20 രൂപയ്ക്ക് താഴെ നെല്ലിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരുമായിട്ടാണ് 60 രൂപ കൊടുത്തിട്ട് നമ്മൾ കമ്പീറ്റ് ചെയ്യാൻ. നെല്ലിന് 60 രൂപ കൊടുത്തിട്ട് അവിടെ അരി 60 രൂപയ്ക്ക് കിട്ടും. ഇവിടെ നമ്മൾ നെല്ല് 60 രൂപ കൊടുത്തിട്ടാണ് കമ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം ആ ഒരു ചലഞ്ചുണ്ട്. അവിടെയാണ് മുള്ളൻ കൈമ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയത്. മുള്ളൻ കൈമ വയനാട്ടിലെ ചെട്ടി വിഭാഗം കൂടുതലും കൃഷി ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. അതിനൊരു ഞാനതിനെ എപ്പോഴും ഒരു കോ എക്സിസ്റ്റൻസിൻ്റെയും കോ എവല്യൂഷൻ്റെയും ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ടാണ് കാണുന്നത്. മുള്ളൻ കൈമ എന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള്ളുണ്ട്. അതിന് നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും വാല്യൂ കാണിച്ചത് അറ്റത്ത് ഒരു ഓൺ എന്ന് പറയും, പാഡിയുടെ പുറത്തുള്ളൊരു മുള്ള്. അപ്പോൾ ആ മുള്ള് കാരണം പൊതുവെ വന്യമൃഗങ്ങൾ, കിളികളൊന്നും അതിനെ തൊടില്ല. അപ്പം വനത്തിൻ്റെ ഓരത്ത് കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു ഒബ്സർവേഷനും അവരുടെ ഒരു സെലക്ഷനുമാണ് ഈ വെറൈറ്റി. പിന്നെ അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുള്ളൊരു വെറൈറ്റിയാണ്. അപ്പം കൾച്ചറിൻ്റെയും എന്താ പറയുക, നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെയും കർഷകൻ്റെ ഒക്കെ ഒരു കോ എവല്യൂഷൻ്റെയും കോ എക്സിസ്റ്റൻസിൻ്റെയും നല്ല ഉദാഹരണമാണ് മുള്ളൻ കൈമ. പക്ഷേ ഈ മുള്ളൻ കൈമ ഈ ഒരു വിഭാഗം ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അവരവരുടെ ആഹാരത്തിനും അവരുടെ അമ്പലത്തിനും അവരുടെ ഫങ്ഷൻസിനും ഒക്കെ ആയിട്ട് മാത്രം വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അത് ഇന്ന് മാർക്കറ്റിൽ ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ അരി മുള്ളൻ കൈമ ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അത് തന്നെ പുട്ടുപൊടിയും അപ്പപ്പൊടിയും ഒക്കെ ആക്കി വിൽക്കുന്നുണ്ട്. അതിന് നല്ലൊരു പ്രചാരം വരികയും ഇന്ന് കൂടുതൽ ഏരിയയിലേക്ക് കർഷകർ അത് ചെയ്യുകയുണ്ടായി. ഏരിയ ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സ്റ്റോക്ക് ഭയങ്കരമായി കൂടുകയും കർഷകർക്ക് തൊഴുത്ത് പറയേണ്ടി വന്നു, നിങ്ങൾ ചിലപ്പം കുറയ്ക്കുമെന്ന്. ഈ വർഷത്തെ ഫീഡ്ബാക്ക് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫീഡ്ബാക്ക് ഫോമിൽ വന്ന ഒരു ഇതായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നെല്ല് കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഉദാഹരണം മുള്ളൻ കൈമ ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ വാലിഡാണ് കാര്യം. പക്ഷേ ഒരു മാർക്കറ്റ് റിയാലിറ്റി ഞങ്ങളെ വന്ന് അടിച്ചതിൻ്റെ പുറത്ത് പറ്റിയൊരു കാര്യം. പക്ഷേ അതുകൊണ്ട് ഈ വർഷം മുള്ളൻ കൈമ വീണ്ടും ചെയ്യുന്നുണ്ട്. ഈ അരിപ്പൊടി അവിടെ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ടോ? കയറ്റി നേരത്തെ മാർക്കറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സെയിൽ നടക്കുന്ന ഈ നേരത്തെ പറഞ്ഞ റീറ്റെയിൽ ബിസിനസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ വന്ന് ആളുകൾ വാങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കാട്ടിക്കുളത്ത്
ആ KVVK എന്ന് പറയുന്നത് ഞങ്ങളുടെ സെൻറ്ററിൽ സെയിലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ മൊബൈൽ റൂറൽ മാർക്കറ്റിൽ വഴി വയനാടിൻ്റെ മേജർ ടൗൺസിൽ ഞങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നൊരു സംവിധാനമുണ്ട്. ഇത് കൂടാതെ ഞങ്ങളൊരു അഗ്രിഗേറ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോൾസെയിലേഴ്സ്, ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഓർഗാനിക് ഹോൾസെയിലർ പേരറിയോ? കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ട്? എലമെന്റ്സ് ആണ്. എലമെന്റ്സ് ഞങ്ങളുടെ അരി വാങ്ങും, നെല്ല് വാങ്ങും. എന്നിട്ട് അവരവരുടെ പാക്കിങ്ങിൽ അവരുടെ അരിയായിട്ട് അത് പോകും. അപ്പം ആദ്യകാലത്ത് ഞങ്ങൾ അങ്ങനെയായിരുന്നു സർവൈവ് ചെയ്യുന്നത്. ഇവിടുത്തെ വലിയ എന്താ പറയുക, അഗ്രിഗേറ്റ് ഹോൾസെയിലേഴ്സിന് പെട്ടെന്ന് നെല്ലെടുക്കും, മൊത്തത്തിലെടുക്കും, വില കുറച്ച് തരത്തുള്ളൂ. ഒക്കെ ആണെങ്കിലും നമുക്ക് സ്റ്റോക്ക് വരില്ല. സ്റ്റോക്ക് ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ അത് വിറ്റ് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ഇത്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിപ്പെൻഡൻസ് വർദ്ധിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാണ്ടാവും. ഇവർ പറയുന്നതാണ് വില, ഇവർ ചെയ്യുന്നതാണ് രീതി. അപ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ രീതിയിലും വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ സെയിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് ഹോം ഡെലിവറീസ് ഉണ്ട്. ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, ബാംഗ്ലൂർ, ഈ 4 സിറ്റീസിൽ ഞങ്ങൾക്ക് ഹോം ഡെലിവറീസ് ഉണ്ട്. മാസത്തിൽ ഒരു വട്ടം. ബാംഗ്ലൂരിൻ്റെ ഉദാഹരണം ഇദ്ദേഹത്തിന് അറിയും. മാസത്തിന് ഒരു വട്ടം ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഓരോ സിറ്റിയിലും താല്പര്യമുള്ള ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഞങ്ങളുടെ കാറ്റലോഗ് അയക്കും. മാസം തുടക്കത്തിൽ അവർ ഓർഡർ തരും, സാധനം എത്തും, ഗൂഗിൾ പേ ചെയ്യും, കാര്യം വരും. ബാംഗ്ലൂർക്കുള്ളത് ഇന്നവിടെ ഡെലിവറി ആയിരുന്നു. ഓരോ ഇടത്തും ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസാണ്, ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ്. ബാംഗ്ലൂരിൽ ഡെലിവറി ഫുൾ നടന്ന ഒരു ഓട്ടോക്കാരനാണ്. അപ്പോൾ ആ ഓട്ടോക്കാരൻ ബാംഗ്ലൂരിൻ്റെ സോഷ്യൽ സെക്ടറിൽ ഇത്രയും ആക്റ്റീവായിട്ടുള്ള വേറെ ഓട്ടോക്കാരനില്ല. അല്ല, ഇത് അരി കൊടുക്കുന്നുണ്ടല്ല, അതിന് മുമ്പേ അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും അറിയാം. എനിക്കറിയാത്ത ആക്ടിവിസ്റ്റുകളെ പോലും പുള്ളിക്കറിയാം. അപ്പം ആരുടെയെങ്കിലും ഒരു പേര് പറഞ്ഞത് അത് അന്ത മേഡം ഇங்கே இருக்காங்க എന്ന് പറയും. പുള്ളി എൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് വിളിച്ച് പുള്ളി പോയി കൊടുത്തോളൂ. അപ്പം അങ്ങനെയുള്ളൊരു ഇതെല്ലാം ഇവോൾവ് ചെയ്യുന്ന സിസ്റ്റംസാണ്. നമ്മൾ ഈ പ്ലാൻ എല്ലാം ചെയ്തിട്ട് പോയിട്ട് അങ്ങോട്ട് ചെയ്യുന്നൊരു പണിയല്ല ഈ ബിസിനസ്. ഇതങ്ങനെ അതിൻ്റെതായ ഓർഗാനിക് രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ ഒരു കോമ്പറ്റീറ്ററാണ്. കോഴിക്കോടും തിരുവനന്തപുരം ഞങ്ങളുടെ ഡെലിവറീസ് ചെയ്യുന്നത് ഞങ്ങളുടെ കോമ്പറ്റീറ്ററാണ്. കോഴിക്കോടുള്ള ടീം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ്. അവരൊരു ഓൺലൈൻ കോവിഡ് ടൈമിൽ ഫുഡ് പ്രിൻസ്, ഇത് ഫുഡാണ്, FOOD, ഫുഡ് പ്രിൻസ്. അവർ കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പ്. അവർ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്നു, ഹോം ഡെലിവറീസ് എടുക്കുന്നു. അവർക്ക് വേറെ ഇതില്ല. അതിലൊരാൾ വയനാട്ടുകാരൻ. നിങ്ങൾ കയറി വന്നപ്പോൾ ഞാൻ അക്ഷയെ വിളിക്കുകയായിരുന്നു. അക്ഷയ് കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുള്ളി ഒരല്പം പോക്കറ്റ് മണിക്കായിട്ട് ഈ ഒരു ബിസിനസ്സിലും കൂടെ ചേരുകയും ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ അരിയൊക്കെ അവിടെ എത്തിക്കുകയും ചെയ്യുന്ന അക്ഷയാണ്. എൻ്റെ കോഴിക്കോടുള്ള ഞങ്ങളെ കസ്റ്റമേഴ്സിനൊക്കെ അരി കൊണ്ട് കൊടുക്കുന്ന അവരാണ്. അവരെന്തായാലും ഓടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ അരിയും അവർ കൊടുക്കും. അവർക്ക് ഞങ്ങളൊരു ഡെലിവറിക്ക് ഒരു ഇത്ര രൂപ പേ ചെയ്യും. ട്രിവാൻഡ്രത്ത് വേറൊരു ഗ്രീൻ ടിപ്സ് എന്ന് പറയുന്ന വേറൊരു ഓർഗാനിക് റീറ്റെയിലുണ്ട്. അവർ ഇതേ കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അവർക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ആക്സസ് ഉള്ളതുകൊണ്ട് അതുമൂലം അവരുടെ മറ്റു പ്രോഡക്ട്സും ചിലപ്പം വിറ്റുപോകുന്നൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് ഞങ്ങളതിനൊരു കോമ്പറ്റീഷനായി കാണാത്തത് കൊണ്ടും ഒക്കെ ആ മോഡൽസ് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഭാഗ്യവുമാണ്. റോബർട്ടിന് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ എന്താണെന്നുള്ള ചിന്തയായിരിക്കുന്നുണ്ട്. സോറി, റീറ്റെയിൽ സ്റ്റോറിൽ കൊടുക്കുന്നത് അവർ റീപാക്ക് ചെയ്ത് കൊടുക്കണം. റീറ്റെയിൽ സ്റ്റോർ കൊടുക്കുന്നതൊക്കെ അവർ റീപാക്ക് ചെയ്യും. ചിലർ അല്പം മാന്യതയൊക്കെ കാണിച്ചിട്ട് സോഴ്സ്ഡ് ഫ്രം തിരുനെല്ലി അഗ്രിപ്രൊഡ്യൂസർ കമ്പനി താഴെയുണ്ട്. മിക്കവരും അതൊന്നും ചെയ്യാറില്ല. പക്ഷെ അത് കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരി വിൽക്കുക എന്നുള്ളതാണ്, ഈ സ്റ്റോക്ക് കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഈ സ്റ്റോക്ക് പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ ഇതിന്. നമ്മളൊരു ടൺ അരി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ 8.5% പലിശ ബാങ്കിന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അതൊരു വലിയ ചലഞ്ച്. അതുപോലുള്ളൊരു വലിയ ചലഞ്ചാണ് ഞങ്ങളെപ്പോലുള്ള എല്ലാ എൻ്റർപ്രൈസുകളും പൂട്ടിപ്പോകുന്നതിനുള്ളൊരു ഇതാണ് ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റിലാണ് സാധനം കൊടുക്കുക. ഒന്നാതെ വില വളരെ കുറച്ച് മാർജിൻസ് ഇത്ര ആക്കി വെച്ചിട്ടാണ് കൊടുക്കുക. ഒരു മാസം ആ പൈസ അവർ തരാതെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ 8% പലിശയിൽ ആ മാർജിൻ പോയി കിട്ടും. അപ്പം അങ്ങനെ
1 മാസമല്ല 1 വർഷം വരെയൊക്കെ പിടിച്ചു വയ്ക്കുന്ന ആളുകളുണ്ട്. അവരുടെ പുറകെ നിന്ന് കാല് പിടിക്കുക എന്നുള്ളതേ നമുക്ക് വഴിയുള്ളൂ, വേറെ വഴിയില്ല. അപ്പം അതും ഒക്കെ പഠിക്കുകയാണ്, നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. ഈ വർഷം മുതൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ക്രെഡിറ്റ് ഇല്ല. ഞങ്ങളൊരു റിലയബിൾ സോഴ്സ് ആണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് സാധനം തരുന്നതിന് ഒപ്പം തന്നെ പൈസ കിട്ടണം എന്നുള്ളൊരു കടുംപിടുത്തത്തിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ പൊടിക്ക് ഓർഗാനിക് പൊടിയിലും അങ്ങനെ ലേബിൾ ചെയ്യുന്നുണ്ടോ? ഒന്നിലും ലേബിൾ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുടെ പ്രൈസ് മറ്റേതിനേക്കാൾ കൂടുതലല്ലേ ഉണ്ടാവുക? അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ഓർഗാനിക്. ഞങ്ങൾക്ക് സാധാരണ മാർക്കറ്റിൽ കോമ്പറ്റീഷനേ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം സാധാരണ മാർക്കറ്റുമായിട്ട് എന്താ വില വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം പറയാനായിട്ട് വളരെ എളുപ്പമാണത്. ഇപ്പം നെല്ല് 33 രൂപയ്ക്ക് എടുത്താൽ അരി 74 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന 28 രൂപയ്ക്ക് അരി എടുത്തിട്ട് 40 രൂപയ്ക്ക് എങ്ങനെ നെല്ലെടുത്തിട്ട് 40 രൂപയ്ക്ക് നെല്ല് വിൽക്കണോ, അരി വിൽക്കണമെങ്കിൽ അതിന് മാജിക് കിടക്കണം. അതിനുള്ള മാജിക് എന്താണ്? ഇതേ എടുക്കുന്ന കമ്പനി 12 രൂപയ്ക്ക് മാണ്ടിയിൽ നിന്ന് നെല്ലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എടുക്കുന്ന നെല്ല് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 രൂപയ്ക്ക് ആണല്ലോ നെല്ലെടുക്കുന്നത്. എടുക്കുന്ന കമ്പനിയും കർഷകനുമായിട്ട് ഒരു പൈസ ഡീലും ഇല്ല. കമ്പനിയല്ല 28 രൂപ കർഷകന് കൊടുക്കുന്നത്, സർക്കാരാണ് കൊടുക്കുന്നത്. പക്ഷെ നെല്ല് കമ്പനിയുടെ കയ്യിലിരിപ്പുണ്ട്, മില്ലിൻ്റെ കയ്യിൽ, വലിയ മില്ലറുടെ, പഴമാണെങ്കിലും നിറപറയാണെങ്കിലും ഇവരുടെയൊക്കെ കയ്യിൽ ഈ നെല്ല് എത്തിക്കഴിഞ്ഞു. ഈ നെല്ല് റോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കളി. ഇവർ ഇതേ നെല്ല് തൃശ്ശൂരും പാലക്കാടും ഒക്കെയുള്ള ചെറിയ മില്ലേഴ്സിന് 20 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് അതിന് 12 രൂപയ്ക്ക് അപ്പുറത്ത് പോയിട്ട് മറ്റേ നെല്ലെടുത്ത് വരും. സർക്കാരുമായിട്ടുള്ള ഡീൽ എന്താണ്? എത്ര നെല്ലെടുക്കുന്നോ അതിൻ്റെ 64% അരി കൊടുക്കുമെന്നാണ്. അത്രയേ ഉള്ളൂ സർക്കാരുമായിട്ടുള്ള ഡീൽ അവരുടെ. മനസ്സിലായിരുന്നു? സപ്ലൈകോ നെല്ലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മില്ലേഴ്സാണ് നെല്ലെടുക്കുന്നത്, പൈസ കൊടുക്കുന്നത് സർക്കാരാണ്. അല്ല, പൈസ കൊടുക്കുന്ന സർക്കാരാണ്, അതിനും വേറെ ഇതുണ്ട്. പൈസ കൊടുക്കുന്ന ബാങ്കാണ്. പൈസ എങ്ങനെയാണ് കൊടുക്കുന്നത്? വിലയായിട്ടല്ല കൊടുക്കുന്നത്, കർഷകന് ലോണായിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു വലിയ വിവാദമായിട്ടുള്ളത് പത്രങ്ങളിലൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. അത് മനസ്സിലായത് കർഷകൻ അടുത്ത ലോൺ എടുക്കാൻ പോയപ്പോഴാണ്. സപ്ലൈകോ ബാങ്കിന് പൈസ കൊടുത്തില്ല, കർഷകൻ ലോണിയും സപ്ലൈകോ ഗ്യാരണ്ടിയറുമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഈ നമ്മൾ പോയി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മളിതൊന്നും വായിച്ചു പോകുന്നില്ല, ഫൈൻ പ്രിന്റ് വായിക്കുന്നില്ല. നമ്മൾ ലോൺ എടുത്ത് നമ്മൾ പൈസ തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് നമ്മളത്. അപ്പോൾ എന്ത് പറ്റും? സിബിൽ സ്കോറിനെ ബാധിക്കും. അടുത്ത ലോൺ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ മോശമാണ്, നിങ്ങൾ ഈ അടുത്ത ലോൺ തിരിച്ചടച്ചിട്ടില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ നെല്ലെടുക്കുന്ന സിസ്റ്റം. ഈ നെല്ല് ഫുൾ എടുത്തുകൊണ്ട് പോകുന്ന കമ്പനിക്കാരൻ, മില്ലുകാരൻ അതിനെ മറിച്ച് വയ്ക്കും. മറിച്ച് വെച്ചിട്ട് എത്ര 20 രൂപയ്ക്ക് വെച്ചു, അതിന് പകരം 12 രൂപയ്ക്ക് മാണ്ടിയിൽ നെല്ലെടുത്തിട്ട് വരും. സ്ട്രെയിറ്റ് അവേ 8 രൂപ കിലോയ്ക്ക് ലാഭം ഉണ്ടായില്ലേ? ലക്ഷക്കണക്കിന് ടണ്ണല്ലേ എടുക്കുന്നത്, ചെറിയ പൈസയാണ്. ഇതുകൊണ്ടാണ് ഇവിടുത്തെ മിൽ സംവിധാനം നിലനിൽക്കുന്നത്, 40 രൂപയ്ക്ക് അരി വരാൻ പറ്റുന്നത്. ഇതൊക്കെ സർക്കാരിന് അറിയാം. 28 രൂപക്കുള്ള നെല്ല് എടുക്കേണ്ട ആവശ്യം എന്താണ്? 12 രൂപയുടെ നെല്ല് തന്നെ എടുത്താൽ മതി. അല്ല, സർക്കാരിന്റെ ഇതല്ലേ ഇപ്പൊ കൊടുക്കുന്ന ആരാണ്? സർക്കാരല്ലേ കൊടുക്കുന്നത്. ഇവർക്ക് ഒരു ഇതുമില്ലല്ലോ. ഇവർക്ക് എന്തായാലും ഇതുള്ളത് ഒന്നുമില്ല, ഇവർക്കൊന്നുമില്ല. ഇവർക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറും ഇവരുടെ ഫോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കുന്നു, അതിനുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതിൽ ഫുള്ള് റോൾ ചെയ്യല്ലേ, പൈസ റോൾ ചെയ്യല്ലേ. അല്ല, ഈ 28 സർക്കാർ കൊടുത്തിട്ട് ഇവർ ഫ്രീ ആയിട്ടാണ് ഇപ്പൊ നെല്ലെടുക്കുന്നത്. ഫ്രീ ആയിട്ടാണ് എന്നിട്ട് ആ നെല്ലിന്റെ 64% സപ്ലൈകോ തിരിച്ചു കൊടുക്കും, അരി കൊടുക്കും. എന്നിട്ട് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞ് 2 രൂപയ്ക്ക് അടുപ്പിച്ച് കുത്തി കൊടുക്കുന്നതിന് 2 രൂപയ്ക്ക് അടുപ്പിച്ചുള്ള പൈസ സർക്കാർ വേറെ കൊടുക്കും, വേറെ അവർക്ക് കൊടുക്കും, മില്ലുകാർക്ക് കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഇത് കുത്തുമ്പോൾ വരുന്ന നുറുക്കരി, ഇതിൽ വരുന്ന തവിട്, ഫുൾ പോളിഷാണ്, അപ്പോൾ ഫുൾ തവിട്, ഉമി, ഇതെല്ലാം ബൈ പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി ഒരു മില്ല് നടക്കുമ്പോഴത്തേക്കും ഈ 3 ബൈ പ്രോഡക്റ്റിന്റെ പുറത്താണ് മില്ല് ഓടുന്നത്. അരി കുത്തുന്നതിലല്ല, നെല്ല് കുത്തുന്നതിലല്ല. ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കുത്തുകൂലി നമുക്ക് ലാഭം പിടിക്കാൻ നോക്കും. ഇത് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത്. ഇപ്പൊ കർണാടകത്തിൽ മില്ലുകാരുണ്ട്, നമ്മൾ നെല്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് കുത്തിത്തരും. നുറുക്കും തവിടും ഉമിയും അവരെടുക്കുമെന്ന് പറയും. കാരണം അതിലാണ് അവർക്ക് പൈസ കിട്ടുക. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പ്രൊക്യൂർമെന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. നമ്മൾ പത്രത്തിൽ വായിക്കുന്ന സപ്ലൈകോ നെല്ലിന് വില കൊടുത്തില്ല, സപ്ലൈകോ നെല്ല് സംഭരിക്കാൻ പോകുന്നു, സപ്ലൈകോ അരി തരുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചുറ്റിക്കളിയുണ്ട്. അപ്പം ഈ കോമ്പറ്റീഷൻ അതുകൊണ്ട് 40 രൂപക്കാരനുമായിട്ട് എന്നും നിലനിൽക്കും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
പക്ഷേ ഇപ്പം 40 രൂപയ്ക്ക് അരിയില്ല എന്നുള്ളതാണ് നല്ല വാർത്തയാണ്. ഇപ്പം നല്ല അരിക്ക് 60 രൂപയാണ്. പവിഴത്തിൻ്റെ അരിക്കൊക്കെ 50 മേലോട്ട് 60 രൂപ വരെ ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര രൂപ? ഞങ്ങൾ 80 കഴിക്കുന്നു. 80 ഞങ്ങളുടെ ഹോൾസെയിൽ റേറ്റാണ്. 105 രൂപയ്ക്കാണ് ഞങ്ങളുടെ ഹോം ഡെലിവറീസ് സിറ്റീസിൽ നടക്കുന്നത്. റീറ്റെയിൽ പ്രൈസ് 105 പക്ഷേ ഈ പൊടിയാക്കുമ്പോൾ ആ കഥയുടെ ബാക്കിയൊരു ഭാഗം കൂടെ ഉണ്ട്. ആക്ച്വൽ റീറ്റെയിൽ മാർക്കറ്റിൽ തൊണ്ടിയുടെ വില, ഓർഗാനിക് തൊണ്ടിയുടെ വില 132 മുതൽ 145 വരെയാണ്. എലമെൻറ്റ്സ് വിൽക്കുന്നത് 132 രൂപയ്ക്കാണ് തൊണ്ടി വിൽക്കുന്നത്. ഞങ്ങൾ ഒരു വർഷം വിൽക്കുന്ന തൊണ്ടി എന്ന് പറയുന്നത് ഒരു 35 ടണ്ണാണ്. എലമെൻറ്റ്സ് ഒരു മാസം 12 ടൺ അരി വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം 140 ടൺ 150 ടൺ അരി അവർ വിൽക്കുന്നുണ്ട് 132 രൂപയ്ക്ക്. നമ്മൾ 105 എന്ന് പറയുമ്പോഴത്തേ ഇവിടെ ആളുകൾ എന്ന് പറയും. പക്ഷേ ഇതാണ് മാർക്കറ്റ് റിയാലിറ്റി. അപ്പോൾ ഈ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു കടയിൽ പോയിട്ട് നമ്മുടെ ഗണപതി കോവിലിനടുത്ത് പഴവങ്ങാടി, തിരുവനന്തപുരം അറിയാവുന്നവരുണ്ടെങ്കിൽ പഴവങ്ങാടിയിൽ ഒരു കടയിൽ പോയിട്ട് സ്റ്റാച്യു പുളിമൂട്ട് റോഡിൻ്റെ അവിടെ കടയിൽ പോയിട്ട് ഈ എലമെൻസിൻ്റെ 132 രൂപയുടെ അരി കണ്ടപ്പോൾ ചോദിച്ചു ഇതൊക്കെ ആര് വാങ്ങുമെന്ന് ചോദിച്ചു. അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു. പിന്നെ കടക്കാർ പറയാവുന്നൊരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് അറിയുന്ന ആളുകളുടെ പൈസ ഇല്ല, നമുക്കൊരു പ്രശ്നമില്ല, അവർ വാങ്ങിക്കൊള്ളു. അപ്പോൾ അത് വാങ്ങാനായിട്ട് ആളുകൾ തയ്യാറാണ്. മിക്സ് ചെയ്യുന്നു അല്ല, മിക്സ് ചെയ്യുന്നല്ല. ഇത് ഓർഗാനിക് അരിയിൽ നിങ്ങൾ ലേബിൾ ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് നല്ല വില വരുമല്ലോ. അരിക്ക് വില വരുന്ന സ്വാഭാവികമായിട്ട് പൊടിക്കും നല്ല വില വരും. അപ്പം മറ്റേ പൊടിക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ വരില്ല. ലേബിൾ ചെയ്യാതെ മുള്ളൻകൈമയുടെ പുട്ടുപൊടിയാണ്, സാധാ പുട്ടുപൊടിയല്ല. മുള്ളൻകൈമ പുട്ടുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പുട്ടുണ്ടാക്കിയത് എത്ര പുട്ടുണ്ടാക്കുമ്പോഴത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയിൽ നമ്മൾ വെള്ളം നനയ്ക്കില്ലേ, അപ്പോൾ ഒരു മണം വരും. സാധാരണഗതിയിൽ അങ്ങനെ ഒരു അരിയുടെ പൊതുവെയുള്ളൊരു മണമാണ് വരുന്നത്. മുള്ളൻകൈമയുടെ പുട്ടുപൊടിയിൽ വെള്ളം നനയ്ക്കുമ്പോൾ ഉള്ളൊരു സുഗന്ധമുണ്ട്. സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള എക്സൈറ്റ്മെന്റ് പറയുന്നത് മുഴുവൻ തവണയുള്ള തൊണ്ടിയുടെ പുട്ടുപൊടിയുണ്ട്, മട്ട പുട്ടുപൊടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മുള്ളൻകൈമയ്ക്ക് 160 രൂപ. അത് യൂസറുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മുള്ളൻകൈമയ്ക്ക് 160 രൂപയ്ക്ക് വാങ്ങാം. മുഴുവൻ തവിടുള്ള പുട്ടുപൊടിയാണ്. അത് ഓഫ് വൈറ്റ് കളറാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ അരിയൊക്കെ ഞങ്ങൾ ഒരു വട്ടേ വയ്ക്കും. അടുത്ത തവണ അത് വിറ്റ് പോകുന്ന അരിയുടെ ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ ഇതുവരെ ഇത്രയും നാളായിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടി ഒറ്റ പൈസ ലാഭിക്കില്ല. ഈ 67 ലക്ഷം രൂപ സെയിൽ നടക്കുമ്പോഴും ഒറ്റ ആളെടുത്ത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല ഈ അരി വന്ന് വാങ്ങുമോ. ഇതൊരു സ്ലോ പ്രോസസ്സാണ്, പക്ഷേ ഇത് ഭയങ്കര സ്റ്റേബിൾ പ്രോസസ്സ്. ഞങ്ങളുടെ ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോയൽറ്റിയാണ്. അതുകൊണ്ട് ഇപ്പോൾ കുത്താൻ വന്നാലും ആളുകൾ സഹിക്കൂലേ. അല്ലല്ല, അത് ഈ തവിടുള്ള അരി പൊടിക്കുന്നതാണ്. അത് ചെമ്പാവരി നമ്മൾ പൊതുവെ തെക്കോട്ടൊക്കെ പറയും. അപ്പൊ അതാണ് ചെമ്പ പ്രോഡക്റ്റ്. ചെമ്പ പൊതുവെ തവിട് വരുമ്പോഴത്തെ ചായക്കടയിൽ ഇരുന്നിട്ട് 10 പേര് അങ്ങനെ കഥയൊക്കെ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ക്രോസ് കോൺവെർസേഷൻസ് ഒന്ന് ഒഴിവാക്കുക, കേൾക്കാനുള്ള. അപ്പൊ അന്ന് പറഞ്ഞു, സാർ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതായത് കഥ, നമ്മുടെ കഥയില്ല, പറഞ്ഞപ്പോ ഒരു 10ഓളം ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു ചായക്കടയിൽ നിന്ന് തുടങ്ങിയ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ഇത് തുടക്കം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളായിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഒരു ഇതിൽ നോക്കുമ്പോൾ എത്ര യൂത്തിലേക്കാണ് ഞാൻ വരുന്നത്, യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഈ ചോദിക്കുന്നത്. മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഈ ഇത്രയും 67 പേരുണ്ട്, 100 ആൾക്കാരുണ്ടാവും. അതിൽ യൂത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എന്താണ്? അല്ലെങ്കിൽ പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ടോ, അതോ ഇപ്പോഴും പഴയ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണോ ചെയ്യുന്നത്, പുതിയതായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ? വലിയൊരു അളവിൽ ഇപ്പോഴും പഴയ ആളുകൾ തന്നെയാണ്. ഇപ്പോഴും ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആൾ ഞാനാണ്. അപ്പോൾ ഞങ്ങളുടെ ആ സംഘത്തിൽ, ഞങ്ങളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 10 ആളുടെ സംഘത്തിൽ ഇന്നും ഏറ്റവും ഇളയ ആൾ ഞാൻ തന്നെയാണ്. പുതിയൊരാൾ വന്നിട്ടില്ല. ആക്ച്വലി പുതിയൊരാൾ വന്നിട്ടില്ല എന്നല്ല, പുതിയൊരാളെ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നാണ്. അത് ആ ഒരു സംഘത്തിൻ്റെ ആ ഒരു അത്രയും മതി, ഞങ്ങൾ 10 ആൾ മതി എന്നുള്ളത് തോന്നുന്നുണ്ട് അവർക്ക്. പക്ഷേ കൃഷിയിൽ ടാപ്കോയിൽ
ചെറുപ്പക്കാരുടെ സംഘങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ള മറ്റു മേഖലകളിൽ വർക്ക് ചെയ്ത ചെറുപ്പക്കാർ, ഇതിപ്പം നിങ്ങൾ കൃഷിയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നൊരു ട്രെൻഡാണ്. ഓട്ടോക്കാർ, ജീപ്പുകാർ, പെയിൻറ്റേഴ്സ്, എൻജിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാർ, അവരൊക്കെ കൂട്ടം കൂടിയിട്ട് കൃഷിയിൽ ഇറങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുത്തെ ലോക്കൽ കോൺട്രാക്ടർമാരുടെയും ഓട്ടോക്കാരുടെയും ഈ എൻജിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അവർ കഴിഞ്ഞ 3 വർഷമായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട്. പാട്ടത്തിന് വയലെടുത്ത് സ്വന്തം വയലിലും ഒക്കെ ആയിട്ട് അവർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ അവിടെ ഇവിടെ കാണാം. പക്ഷേ ഇതൊക്കെ സ്ഥായിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകണം എന്നില്ല. അതിൽ കുറച്ച് പേര്, എല്ലാവർക്കും പുറത്തു പോകണമെന്നുള്ളതാണ് ആഗ്രഹം. മിക്കയിടത്തും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ 25 കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ. ഇപ്പം 25 അല്ല, ഇവിടുത്തെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളിൽ ഒറ്റ ആള് ഈ നാട്ടിലില്ല. എല്ലാവരും പോയി. അത് പണ്ടൊക്കെ കരുതുമായിരുന്നു ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുമായിരിക്കും. പക്ഷെ അതുമല്ല, എല്ലാവരും ഇവിടെ വിട്ട് പോവുകയാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും പുതിയ മേച്ചിൽപ്പുറങ്ങൾ വേണം. കൂടുതൽ പറയുന്നത് ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ അറ്റ് ദി അതർ സൈഡ്. അതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറെടുത്ത് കേട്ട ഒരു സിനിമയിൽ, ഇംഗ്ലീഷ് സിനിമയിൽ കേട്ടാണ്, ഗ്രാസ് ഇസ് ഗ്രീനർ വേർ യു വാട്ടർ. അപ്പോൾ ആ വാട്ടറിങ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് ചെയ്യാനാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് എടുക്കുകയാണെങ്കിൽ, അബിയാണെങ്കിലും, അബി ഞങ്ങളുടെ തന്നെ ഒരു കർഷകൻ്റെ മകനാണ്. അബി ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും വീട്ടുകാർ പുറത്തേക്ക് അയക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാലും പിടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെയുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചെറുപ്പക്കാർ. എല്ലാം ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ഞാൻ. ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ 6 പേരുണ്ട് ഇതിൽ എംപ്ലോയീസ്. അപ്പം അങ്ങനെ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പം പുതിയൊരു ആഡ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേര് പോവുകയാണ്. അപ്പോൾ അതിന് പകരം 2 പേര്. അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറി വരുന്ന ആരെയും ഞങ്ങൾ റിക്രൂട്ട് ചെയ്യും എന്നുള്ളൊരു ബോർഡ് പുറത്ത് വയ്ക്കാൻ പോകും. അതിനുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കർഷകരുടെ മക്കൾ ഇതിലേക്ക് വരുന്നത് കുറയുന്നുണ്ടോ? അങ്ങനെ തീർച്ചയായും കർഷകരുടെ മക്കൾ കൃഷിയിലേക്ക് വരുന്നത് വളരെ കുറവാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടുള്ള ആൾക്കാർ അവരുടെ മക്കളും വരണമെന്നില്ല. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നൊന്നും ഞാൻ പറയില്ല. ടാപ്കോ നിലനിൽക്കുന്നത് ഒരു വളരെ ലിമിറ്റഡ് ഫോക്കസോടുകൂടിയാണ്. ഇവിടുത്തെ നെൽകൃഷി നിലനിൽക്കുക, അത് ചെയ്യുന്ന കർഷകർക്ക് ഒരു ലാഭം ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് നിലനിൽക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത്. പക്ഷേ അതുമാത്രമല്ലല്ലോ പ്രശ്നം. നമ്മുടെ ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ബ്രോക്കണാണ്, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ബ്രോക്കണാണ്, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ എക്കണോമി ബ്രോക്കണാണ്. അതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ നെല്ലിന് വില കൊടുത്തെന്ന് പറഞ്ഞ് നാട്ടിലെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുമെന്നൊന്നും ഞങ്ങൾക്ക് തെറ്റായ ധാരണയൊന്നുമില്ല. ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത് ഇവിടുത്തെ നാടൻ നെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകനൊരു ചോയ്സ് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ ഓർത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാരൊക്കെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാകും. പക്ഷെ ആരെയൊന്നും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ ഒന്നും പറ്റില്ല. അപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ചോട്ടെ. ഗ്രീൻ പീസിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആദ്യം. അപ്പോൾ അതൊരു ആക്ടിവിസം മോഡാണെന്നാണ് എൻ്റെ ഒരു ധാരണ ഗ്രീൻ പീസ് കംപ്ലീറ്റ്ലി. അപ്പോൾ ആ ഒരു ഭയങ്കര ആക്ടിവിസമാണ്. അപ്പോൾ ആ ഒരു ഫേസും ഇപ്പോൾ ഉണ്ടാകുന്നതും എങ്ങനെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് പറയാൻ? ആ ഫേസ് ഈ ഫേസും തമ്മിൽ വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല. ഇതും ഒരു നിരന്തര ക്യാമ്പയിനിങ്ങാണ്. ഇപ്പം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കർഷകരോട് കോൺസ്റ്റൻ്റായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ അത് ചേരുമ്പോഴത്തേക്ക് അവർ ആദ്യത്തെ ഒരു ഓൺബോർഡിങ് ടൈമിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളാരാണ്. അപ്പം ഒരു ഹാർപ്പൂണുണ്ട്, ഒരു വെയിലുണ്ട്, അതിനിടയിൽ നിൽക്കുന്ന ഒരാൾ വേണം, അതാണ് നിങ്ങൾ. അപ്പോൾ അത് പറഞ്ഞാണ് ഓരോ ഗ്രീൻ പീസറെ റിക്രൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ആൻറ്റി വെയിലിംഗ് ക്യാമ്പയിൻസിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ പീസ് ആദ്യം പൊങ്ങി വരുന്നത്. അപ്പോൾ ആ ഹാർപ്പൂൺ ഫയർ ചെയ്യുന്നതിന് എപ്പോഴും ഇടയിൽ നിൽക്കുകയാണെങ്കിൽ വെടിവെക്കാനായിട്ട് അവർക്കൊരു ഇത് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇടയിൽ എപ്പോഴും ഒരാൾ വേണം, ആ കഥകൾ പറയാനായിട്ട്, ആ ക്രൈമിൻ്റെ കഥകൾ പറയാനായിട്ട് നിങ്ങൾ വിറ്റ്നസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെയും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നേരിടുന്ന
മറ്റ് പല സോഷ്യൽ ഇഷ്യൂസിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തിക്കാനായിട്ട് ഇതൊരു നന്മ ഇവിടെ ഉണ്ട്. ആ നന്മയെ നിലനിർത്താൻ പറ്റുമെന്ന് നോക്കണം, അതിനാളെ കൂട്ടണം. ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും നടക്കുന്നത്, വീട്ടിൽ തുടങ്ങി അങ്ങ് പാർലമെൻറ്റിൽ വല്ല നടക്കുന്നതിൻ്റെയും ഏതാണ്ട് സ്ട്രാറ്റജീസ് ഒക്കെ ഒരേ കൂട്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. നമ്മൾ സോട്ട് അനാലിസിസ് ചെയ്യുന്നു, നമ്മൾ പവർ ഡയഗ്രാംസ് വരയ്ക്കുന്നു. ഇതെല്ലാം വീട്ടിലൊരു കാര്യം നടത്തണമെങ്കിലും ഭാര്യയെടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് 10 വട്ടം ഞാൻ ആലോചിക്കും. അതുകൊണ്ട് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷേ വ്യത്യാസം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതിലാണ്. നമ്മളിത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ വെയിൽ നമ്മളാണ്, നമ്മൾ വെയിലിൻ്റെ ഹാർമോണിൻ്റെ ഇടയിലല്ല നിൽക്കുന്നത്, നമ്മൾ വെയിലാണ്. അപ്പോൾ ആ ഒരു പേഴ്സണലി ഞാൻ ആ രണ്ടിതും മാറി മാറി അനുഭവിക്കുന്നൊരു വ്യക്തിയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സന്തോഷവും. കർഷകൻ എന്നുള്ള നിലയ്ക്ക് കൃഷി ചെയ്യുക എന്നും അതിൽ നിന്ന് ഒരു വിളവ് വരിക എന്നൊക്കെയുള്ള ഒരു ഭയങ്കര അനുഭവമാണ്. അത് നമുക്ക് ചെയ്താൽ കിട്ടും. അത് പറഞ്ഞൊന്നും എഴുതിയൊന്നും ഫലിപ്പിക്കാൻ പറ്റില്ല. വയലിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വിള നന്നായി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും വൈബ്, ഒരു അഹങ്കാരമുണ്ട്. ആ ഒരു അഹങ്കാരമുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ നെല്ല് അങ്ങനെ നല്ലതാകണമെന്നില്ല. ഞാൻ ഈ പല കാര്യങ്ങളിൽ ഇറങ്ങി നടക്കുന്നത് കാരണം പലപ്പോഴും എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ ആവശ്യത്തിന് സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതി വീട്ടുകാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നെല്ല് മോശമാകാറുണ്ട്. ഈ വർഷം ഭാഗ്യത്തിന് കൂടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ബോളേട്ടൻ വന്നിട്ടുണ്ട്. ബോളേട്ടൻ വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി അതിനിടയിൽ കൂടെ നടക്കും അഹങ്കാരത്തോടെ. ഇപ്പം ഇവിടെ ഉള്ളത് ഏറ്റവും നല്ല കണ്ടങ്ങൾ ഞങ്ങളുടെ കണ്ടങ്ങളാണ്. നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് കാണുന്നത് ഞാൻ കൃഷി ചെയ്യുന്ന വയല. അപ്പം അതിൻ്റെ ഒരു ഫീല് അത് ക്യാമ്പയിനിങ് ഒരു ആക്ടിവിസ്റ്റിനൊന്നും കിട്ടുന്നൊരു ഫീലിംഗ് അല്ല, അതൊരു കർഷകന് കിട്ടുന്ന അനുഭൂതിയാണ്. എനിക്ക് 1-2 ചോദ്യങ്ങളൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയത്തിൻ്റെ ഒരു 4:30 കഴിഞ്ഞു. ടണലിൽ പോയപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അപ്പോൾ ടണൽ ഓർഗാനിക് ബസാറിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും പ്രീമിയം പ്രൈസിങ് ആണ് എന്നുള്ള സംഭവം. അപ്പോൾ അവിടുത്തെ പല ഐറ്റങ്ങളും പല ഇപ്പം മാങ്ങയായാലും നമുക്ക് വേറെ ജൈവ സംഭവത്തിൽ കിട്ടുന്ന വേറെ പല കാര്യങ്ങളും ജൈവത്തിൽ തന്നെ കിട്ടുന്ന പലതിനേക്കാളും വില കൂടുതലാണ് ടണലിൽ കാണുന്നത്. ട്രാൻസ്പെറൻസി എന്നുള്ള വേർഡ് മേ ബി ട്രാൻസ്പാരൻസി ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ അവരാരാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യം. അപ്പോൾ ഈ പൈസയുള്ളവർക്ക് മാത്രം മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമായി ടണൽ മാറുന്നു. അപ്പോൾ അതിവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, പാവപ്പെട്ടവർ എല്ലാവരും മേടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷെ എന്നാലും അതിനെക്കുറിച്ചൊന്ന് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? ടണലിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജിയെ പറ്റി ഞാൻ പറയുന്നത് അല്ല, ടണലിനെ കുറിച്ചല്ല. പക്ഷേ ഈ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ ടണലിൻ്റെ ഓർഗാനിക് ബസാർ ലാഭത്തിലല്ല ഓടുന്നത്. നമ്മളീ കരുതുന്നത് എന്താണ്, ഈ ഓർഗാനിക് റീറ്റെയിലേഴ്സ് ഭയങ്കര വില വയ്ക്കുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ലാഭം ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോറ് നടത്തുക, നമ്മൾ സ്റ്റോഴ്സ് നടത്തുന്ന ആരെങ്കിലും പരിചയമുണ്ട് സ്റ്റോർ? പക്ഷെ ജൈവഭൂമി നല്ല ഇപ്പം നന്നായിട്ടുണ്ട്. ആദ്യം നമുക്ക് നേരത്തെ കസ്റ്റമേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കുറെ കാലം ചന്ത നടത്തിക്കൊണ്ട്. അതെ, അപ്പം വലിയ ജൈവഭൂമി ഞങ്ങളൊരു മെയിൻ ഇതാണ് റൈസ് വാങ്ങുന്ന ആളുകൾ. അപ്പം ഇതിൻ്റെ ഒരു അപ്പം ഇവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ നഷ്ടങ്ങളും ഭയങ്കരമാണ്. പെരിഷബിൾസിൽ വരുന്ന നഷ്ടം, പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഉള്ളൊരു കാര്യം, നമ്മൾ ക്രെഡിറ്റ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്, ഇവർ താമസിച്ചാണ് തരുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾ ബലം പിടിക്കാത്തതിനുള്ള കാരണം ഇവരാരും അങ്ങനെ ഒരു ഭയങ്കര ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങളല്ല എന്നുള്ളത്. പ്രൈസിങ്ങിൽ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിയാണ് അവർ പ്രൈസ് ഇടുന്നത്. നമ്മൾ കരുതും ഇത്രയും വില എന്തിനാ ഇട്ടെന്ന്. അവരത് 100 വട്ടം ആലോചിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ വിൽക്കാനിരിക്കുന്ന ചേച്ചിക്കും അറിയാം ഇത് ഭയങ്കര വിലയാണ്. അവരുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ അത് നല്ല വിലയാണെന്ന് അറിയാം. പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ ആ ഒരു വില വേണ്ടി വരും. പലപ്പോഴും കർഷകർക്ക് നമ്മൾ എത്ര വില കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ഞങ്ങൾ 105 രൂപയ്ക്കായി തൊണ്ടി കൊടുക്കുന്നു.
ഒരു സാധാരണ 105 രൂപയ്ക്ക് അരി വാങ്ങുന്ന ആൾ നെല്ലിന് നമ്മൾ എത്ര വില കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 രൂപയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉടൻ എന്താ ചിന്തിക്കുക? മൂന്നിരട്ടി കൂടുതൽ വിലയായല്ലോ, അതെങ്ങനെ ആയെന്നുള്ള ചോദ്യം വരില്ലേ? അപ്പോൾ നെല്ല് അരിയാകുമ്പോഴത്തേക്കും 65% നെല്ലിൽ നിന്ന് അരിയായിട്ട് വരിക. പിന്നെ നേരത്തെ കുത്തനും എരിയൊക്കെ കൊണ്ടൊരു ഭാഗമില്ലേ, അതിൽ 5% ഞങ്ങളുടെ ആനുവൽ ഇതിൽ ഞങ്ങൾ കൂട്ടി. പിന്നെ അതുകൂടാതെ ഇതെല്ലാം ആയിക്കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അരിക്ക് ഇപ്പം ഏതാണ്ട് 76 രൂപയോളം ആകുന്നുണ്ട്. 76 രൂപ 15 പൈസ എങ്ങനെയാണ് കഴിഞ്ഞ കാൽക്കുലേഷനിൽ വന്നത്. അവിടെ ഞങ്ങൾ 80 രൂപയ്ക്കാണ് ഹോൾസെയിലിൽ വിൽക്കുന്നത്. ഇവിടെ നിന്ന് 80 രൂപയ്ക്ക് ഈ റീറ്റെയിലിൽ വീട്ടിലെത്തുന്ന ആൾക്കും അരി ഇവിടെ നിന്ന് പോകുന്ന 80 രൂപയ്ക്ക്. ഈ 80 രൂപയ്ക്ക് പോകുന്ന അരി ഇവിടെ നിന്ന് APSC പോകണ്ടേ, ആലപ്പി പാർസൽ സർവീസ്. അപ്പോൾ അതിൻ്റെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അത് 2 രൂപയാണ് 1 കിലോയ്ക്ക് വരിക. ഈ APSകാരൻ 7 രൂപ ചാർജ് ചെയ്യും അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ 9 രൂപയായി. തണലുകാരൻ അത് അവിടെ വന്ന് എടുത്തിട്ട് പോകണ ഒരു ഓട്ടോയിൽ വന്ന് പോവുക. അത് സാധനമൊക്കെ എടുത്ത് പോകുമ്പോൾ അയാൾക്ക് ഒരു 2-3 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ അത്രയും ഒരു 80 നമ്മൾ കൊടുത്തു. 92 രൂപ ഓളം അവർക്ക് അവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ആയി കഴിഞ്ഞു. പിന്നെ ഈ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റേറ്റ് 15 രൂപയാണെന്നുള്ളതാണ് 1 കിലോയ്ക്ക് വരുന്നത്. അപ്പം അതുകൂടെ ആയി കഴിയുമ്പോഴത്തേക്കും 107 രൂപയോളം അതായി. ഇതിൽ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ പൈസ കൂട്ടിയിട്ടില്ല. പ്ലസ് ഇതിൻ്റെ ലേബൽ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ GST. ഇപ്പം പണ്ട് അരിക്ക് ഇതില്ലായിരുന്നു. ഇപ്പം അരിക്ക് 26 കിലോയ്ക്ക് താഴെ വയ്ക്കുകയാണെങ്കിൽ GST കൊടുക്കണം 5%. ഞങ്ങളതുകൊണ്ട് GST എടുത്തിട്ടില്ല. അതുകൊണ്ട് GST കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ലൂസായിട്ട് കൊടുത്താലും വേണം. ലൂസായിട്ട് കൈ കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മളൊരു 20 ലക്ഷമാണ്. നമ്മൾ ഒരു പാക്ക് അവർ പറയുന്നത്, ഒരു പാക്ക് ഏത് രീതിയിലുള്ള പാക്ക് ചെയ്തു കഴിഞ്ഞാൽ ടാക്സബിൾ ആക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ അരി അയക്കുമ്പോഴത്തേക്കും ആളുകൾ ഓർഡർ ചെയ്യുമ്പോൾ 3 കിലോ 5 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നത്. അതെല്ലാം അങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും GSTക്കാരൻ വഴിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കട്ടയ്ക്ക് ഫൈൻ അടിച്ചു തരും. പക്ഷേ ഏതൊക്കെയോ ഭാഗ്യങ്ങളുണ്ട്, ഇവരാരും പിടിച്ചിട്ടില്ല. ഈ വർഷം GST അതുകൊണ്ട് എടുക്കേണ്ടി വരും. ഞാൻ പറയാൻ കാരണം എറണാകുളത്ത് ഗ്രീൻ സ്റ്റോർ ബിറ്റു ജോൺ പുള്ളിയായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് അറിയായിരിക്കും 3 ഷോപ്സ് ഉണ്ട്. പുള്ളി ഓർഗാനിക് എന്ന് പറഞ്ഞ ചെയ്യുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം പറഞ്ഞത് അവിടെ എല്ലാം ലൂസ് ആയിട്ടാണ്. അത് 0 വേസ്റ്റ് ഷോപ്പ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം പ്ലാസ്റ്റിക് കവറും പാക്കിങ്ങും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ റീസൺ ആയിട്ട് പറയുന്നത് അവിടെ പാക്ക് ചെയ്ത ഒരു സാധനമില്ല, എല്ലാം ലൂസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കടയിൽ നിന്ന് വന്നു ഞങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കായിരുന്നു. ഇത് ആക്ച്വലി ഒരു സൊല്യൂഷനാണ്. അപ്പം ഞങ്ങളുടെ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. ഈ ഡിസ്പെൻസേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ആ തൃശ്ശൂർ ഓൾട്ടർമീഡിയയിൽ വെച്ചിട്ടുണ്ട്. ഓൾട്ടർമീഡിയ ഞങ്ങളുടെ നരി എടുക്കുന്നുണ്ട്. അതെ, ഞാൻ അവിടുന്ന് വാങ്ങാറില്ല. തൊണ്ടി ഒക്കെ നമ്മുടെ അവിടെ കൈമ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പെൻസേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് തരാം. എന്നിട്ട് അവർക്ക് നമ്മൾ അരി കൊണ്ട് അതിൽ അങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ആരും അങ്ങനെ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഈ ഓർഗാനിക് എന്നൊക്കെ പറയുമ്പോഴും ഷോപ്പുകളിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് അവോയ്ഡൻസിൻ്റെ ഒരു ലെവലിലേക്കൊന്നും എല്ലാവരും എത്തിയിട്ടില്ല. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഈ വിലയുടെ ഇത് വരുമ്പോഴത്തേക്കും നേരത്തെ കൈക്ക കൂട്ടി വന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 105 രൂപ മുതൽ 110 രൂപ വരെ അവർക്കായി. ഒരു സാധാരണ റീറ്റെയിലർ അവരുടെ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ 20% മാർജിൻ എടുക്കണം എന്നാണ്, മാർക്കപ്പ് അത്രയും വയ്ക്കണം എന്നുള്ളതാണ് പൊതുധാരണ. അപ്പോൾ ആ 20% കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ 105 20% 135 ആയില്ല. എലമെൻസിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊരു കോസ്റ്റാണ്. നമ്മളിപ്പം പണ്ട് കേട്ടിട്ടുണ്ട് പെപ്സിക്ക് 98 പൈസയാണ് വില. പക്ഷെ നമ്മൾ 12 രൂപയുടെ ബോട്ടിലാണ് പണ്ട് കോളേജ് പഠിച്ച വാങ്ങിക്കൊണ്ടിരുന്നത്.
ഈ 98 പൈസയിൽ നിന്ന് 12 രൂപയാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെപ്സിക്ക് ഈ കഥ പറയുന്നുണ്ട്. പിന്നെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഞങ്ങളുടെ കേസിൽ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഓവർ ഹെഡ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും അവർ ആ വിലയിലെത്തിയിട്ടുണ്ടാവുക. മിക്ക ഷോപ്പുകാരും അങ്ങനെ ആയിരിക്കും ആ വിലയിലെത്തുക. പലപ്പോഴും പിന്നെ പ്രൈസിങ്ങിൽ വരുന്ന പാളിച്ചകളുണ്ട്. ഇപ്പം ഞങ്ങളൊരു വലിയ ഫെയിലുവറാണ് പ്രൈസിങ്ങിൻ്റെ കേസിൽ. ഞങ്ങൾ വളരെ വില കുറച്ച് വയ്ക്കുന്നത്. അപ്പം ഞങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പൊതുവേ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകുന്ന ഉപദേശകരൊക്കെ പറയുന്നത്. പക്ഷെ വില കൂട്ടാനായിട്ട് അത്ര എളുപ്പമല്ല. അത് നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കും. അല്ല അവിടെയാണ് ഒരു സംഭവം വന്നത്. അപ്പോൾ ഇപ്പം ഇത്രയും 130 രൂപ ഉണ്ടെങ്കിൽ 130 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ചൊരു വിഭാഗം ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ആ വിഭാഗത്തിന് മാത്രമാണോ ഈ ഓർഗാനിക് കഴിക്കുന്നത്? ഓർഗാനിക് സസ്റ്റൈനബിലിറ്റി വിഭാഗത്തിൻ്റെ കേരളത്തിലെ എണ്ണം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എടുക്കാറുണ്ട്. അവർ ഹൗ കേരള ലിവ്സ് വാട്ട് കേരള തിങ്സ് എന്ന് പറഞ്ഞൊരു പഠനം നടത്താറുണ്ട്. കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വർഷം നടത്തുന്നതാണ് എൻ്റെ ധാരണ. കഴിഞ്ഞ വർഷം അവർ നടത്തിയത് അവർ സോഷ്യോ എക്കണോമിക് സ്റ്റഡിയാണ്. ബേസിക്കലി കേരളം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ജീവിക്കും. അപ്പം അവർ കഴിഞ്ഞോണത്തെ അവർ കണ്ടുപിടിച്ചത് 70% കേരളത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ലെവൽസിൽ മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ആണ്. 70%. അപ്പോൾ 130 രൂപ അരി വാങ്ങും 70%. ഞങ്ങൾ ഗ്രീൻ പീസിൽ ബാംഗ്ലൂരിൽ ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ ഈ കോസ്റ്റിൻ്റെ കേസിലുള്ള ചർച്ച ഈ ചർച്ചകളൊക്കെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ കോസ്റ്റ് നോക്കാൻ പറയും. അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് വാടകയ്ക്ക് താമസിക്കുന്നത്, ബാംഗ്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ റെൻ്റൽസ് ഭയങ്കരമാണ്. ഒരു ഈവൻ ഒരു 6 സാലറി വാങ്ങുന്ന ആൾ ഫുഡിന് വേണ്ടി ചിലവാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 10%. ഗ്രോസറിക്ക് വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കും, അതിന് നല്ല ചിലവ് വരും. നല്ല ചിലവ് കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് ടിപ്പും കൊടുക്കും. പക്ഷേ ഗ്രോസറിക്ക് വേണ്ടി ചിലവാക്കുന്നത് 10% താഴെ. അപ്പം ഇതേ കൂട്ടല്ല, ഒരു ബാങ്കേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അവരബദ്ധത്തിന് എന്നെ ക്ഷണിച്ചു. കാര്യങ്ങളൊക്കെ കഥ പറഞ്ഞുകൊണ്ടപ്പോഴത്തേക്ക് ആ കൂട്ടത്തിലൊരു അവിടുത്തെ ഒരു ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ്റെ ഇടത് സഖാവ് ഉണ്ടായിരുന്നു. സഖാവ് ഇതേ ചോദ്യം, സാധാരണക്കാർക്ക് കഴിക്കാൻ നിങ്ങൾ അരി കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറ് വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, ടൗണിലൊന്ന് വാങ്ങിയിട്ടുണ്ടാവും, മോള് പഠിക്കുന്നുണ്ടാവും, മോളുടെ കല്യാണം വരുമ്പോൾ സ്വർണം വാങ്ങും, മോളെ പഠിപ്പിക്കാനായിട്ട് ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇപ്പം മോള് പഠിക്കാനായിട്ട് പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും എത്ര കോടി കൊടുക്കുന്നൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം കല്യാണം കഴിപ്പിക്കാനായിട്ട് എത്ര സ്വർണം വാങ്ങി വെച്ചത് ഞാൻ ചോദിക്കില്ല. പക്ഷേ സാറ് അരിക്ക് ഞാൻ 80 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇങ്ങോട്ട് ചോദിക്കും, അത് ന്യായം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളി അത് പിന്നെ ഭയങ്കര ഇമോഷണലായി പുള്ളി. പക്ഷെ അത് കാര്യം പെട്ടെന്ന് പിടികിട്ടി. ഇതാണ് കാര്യം. ഇന്നത്തെ നമ്മുടെ ആക്ച്വൽ ലിവിങ് കോസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, വീട്ടിൽ മക്കളുള്ളപ്പോഴത്തേക്ക് അവരുടെ എഡ്യൂക്കേഷൻ കോസ്റ്റ്, അവരുടെ ഹെൽത്ത് കോസ്റ്റ്, മറ്റ് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻഡിച്ചേഴ്സ്, റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും, ഈവൻ തൃശ്ശേരി പോലും ആളുകൾക്ക് ഏറ്റവും വലിയൊരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് കോസ്റ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ ഫുഡിൻ്റെ വിലയെ ചോദ്യം ചെയ്യുന്നത് എല്ലാം കണ്ടിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യണം. ഫുഡിൻ്റെ വില ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് അത് എത്തി എന്നുള്ള ട്രാൻസ്പെറൻസിയുടെ ഇത് വേണം. ഞങ്ങളുടെ ഒരു എപ്പോഴൊരു സ്ട്രെങ്തായിട്ട് ഞങ്ങൾ പറയുന്നത് ഈ ട്രാൻസ്പെറൻസിയാണ്. അത് ആരടുത്ത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ കർഷകർ ഇതേ ചോദ്യം ചോദിക്കുള്ളൂ. ഞങ്ങൾക്ക് എന്താ 33 രൂപ വരുന്നത്, നിങ്ങൾ 80 രൂപയ്ക്ക് ഹോൾസെയിൽ ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ കർഷകരും ചോദിക്കും ഞങ്ങൾ. പക്ഷെ അവർക്കെല്ലാം അറിയാം ഇതിന്നാതെ കാര്യം എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യവും നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഓർഗാനിക് മൂവ്മെൻറ്റും പല രീതിയിലേക്ക് പോകുന്നുണ്ട്. വലിയ വലിയ കഴുകന്മാരും ഒക്കെ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പം ബിഗ് ബാസ്ക്കറ്റാണ് ഇന്ത്യയിലെ ഓർഗാനിക് റീറ്റെയിലിങ്ങിൻ്റെ ഏറ്റവും വലിയ ഷെയറുള്ള പ്ലെയർ. ഇപ്പം ഇവിടുത്തെ വലിയ വലിയ പ്ലെയേഴ്സൊക്കെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ബിഗ് ബാസ്ക്കറ്റുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു റൂട്ടും ഉണ്ട്. വേറൊരു വഴി, ഒരു ബദൽ മാർഗമുണ്ട്. ഇപ്പം ബദലിനകത്ത് പോലും ബദൽ മാർഗങ്ങൾ തേടുന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഏതിലും മാർക്കറ്റ് പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം പ്ലെയേഴ്സ് കയറും.
അതോടുകൂടി തൽക്കാലം ക്ലോസ് ചെയ്ത് വരുന്നത്. നമുക്ക് ഉഷേച്ചായിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് വരാം. ഉഷേച്ചിക്ക് എത്താൻ പറ്റാതിരുന്നതുകൊണ്ട് ഉഷേച്ചായിട്ട് 5:30 ഓൺലൈൻ മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചെത്തേണ്ടതായിട്ടാണ്. ഇത് വികൽ സംഘത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഇങ്ങനെയൊന്നും വന്നോ എങ്ങനെ അതുപോലെ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ അതിനെക്കുറിച്ച് പറയുന്ന ചെറിയൊരു ലെവലൊക്കെയാണ്. പിന്നെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇത്തരം ബദലുകൾ തേടുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള പൊതുതത്വങ്ങളും മൂല്യങ്ങളും എന്താണ്, എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഈ പറഞ്ഞ പലവിധ പ്രതിസന്ധികളിലപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്ന, അത് കോൺസ്റ്റന്റ്ലി ഇവോൾവ് ചെയ്ത് വരുന്ന ഇത്തരം കോൺവെർസേഷൻസിലൂടെയൊക്കെയാണ് ഈ ഡോക്യുമെന്റ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും. പിന്നെ ഇപ്പോൾ 2024 നാഷണൽ ഇലക്ഷൻസിന്റെ സമയത്ത് നമ്മളൊരു പീപ്പിൾസ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തിരുന്നു. അത് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിലൂടെ നമ്മുടെ ഡിസ്കഷൻസിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ പരമാവധി നമ്മൾ സെക്യുലർ പാർട്ടീസായിട്ടും എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ ഡോക്യുമെന്റിനെ വെച്ചിട്ട്. അപ്പോൾ അതിന്റെ ഒരു ഇംഗ്ലീഷ് മലയാളം വേർഷൻസ്. സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തത് ഇത് വളരെ വളരെ കുറെ ഇൻസൈറ്റ്ഫുൾ, അതേസമയം വളരെ ജോയ്ഫുൾ ആയിരുന്നു. ഒട്ടും പോരാ